ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഫിലിമിൻ്റെ കാസ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫിലിം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് പലരും ഹിന്ദിയിലൊക്കെ ഈ മലയാള സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ പറയും മലയാളം സിനിമയുടെ ക്വാളിറ്റി വരുന്നത് ഈ മലയാളം ഓഡിയൻസിൽ നിന്നാണെന്ന്. അതായത് മലയാളികൾ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഫിലിമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് കണ്ടപ്പോൾ തോന്നി ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു കുറച്ചുകൂടി റിസപ്ഷൻ കിട്ടേണ്ട ഒരു സിനിമയാണ്. ഒരു വളരെ നല്ല സിനിമയാണ്, വളരെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത്രയും കുറേ പ്രോമിനൻറ്റ് ഫിലിം മേക്കേഴ്സും ആർട്ടിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോഴും തിയേറ്റർ നമ്പർ ഓഫ് സ്ക്രീൻസ് കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ട ഉടനെ തന്നെ ഈ സിനിമ പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൂൺ വാക്ക് എന്ന സിനിമയുടെ കാസ്റ്റുമായിട്ടാണ്. വെൽക്കം ഗൈസ്. മൂൺ വാക്ക് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഒരു സമയത്ത് ഒരു സെറ്റ് ഓഫ് ഡാൻസേഴ്സിൻ്റെ സ്റ്റോറിയാണ് മൂൺ വാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാൻഡപ്പ് തുടങ്ങിയപ്പോഴും നമ്മളിപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോഴും ആൾക്കാരുടെ റിയാക്ഷൻ ഇവരിത് എന്താണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ. നമ്മളും ഇതേപോലെ ഒരു കളക്റ്റീവാണ്. ഇതാണ് നമ്മുടെ മാനേജർ അനൗൺസ് ചെയ്യുന്ന പുള്ളി, അതിൽ മാനേജർ പോലെ ഇതുപോലെ അനൗൺസ്മെന്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നമ്മുടെ മാനേജർ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു റിലേറ്റബിൾ ആണ് കുറച്ചുകൂടെ ആ ഒരു മോഡ്. നമ്മൾ ഒരു പ്രാവശ്യം ദുബായിലൊക്കെ പരിപാടി ചെയ്യാൻ അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു നമ്മുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സ്റ്റാർട്ടിലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാർട്ടിംഗ് സീക്വൻസ്. ഞാൻ കഴിച്ചിട്ട് ഈ സിനിമയിൽ ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട്. അതായത് അത് പലരുടെയും ഇപ്പൊ ഓരോ ക്യാരക്ടർ തന്നെ പല റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ ഒരു മിക്സ് ആണ്. പലരുടെയും സ്റ്റോറീസ് മിക്സ് ചെയ്തിട്ട് സാറിന്റെ ലൈഫിൽ സാർ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വിനോദ് സാർ Plus it's also inspired by some true events that happened during his college time. ശരി, ആ സമയത്ത് തിരുവനന്തപുരത്ത് സൂം ബോയ്സ് ഇത് അല്ല, ഈ പറഞ്ഞ ആൾക്കാർ കൊച്ചിയിലുള്ള ഞാൻ അതിന്റെ കുറച്ച് റീൽസ് കണ്ടതിൽ ഏതോ 1-2 ആൾക്കാരെ പറ്റി പറയുന്നത് അവർ കൊച്ചിക്കാരാണ്. നമുക്ക് ഇതിന്റെ ഡയറക്ടർ വിനോദേട്ടൻ നമ്മൾ കൊച്ചിയിൽ സ്റ്റാൻഡപ്പിന് ഓപ്പൺ മൈക്ക് തപ്പിയപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പുള്ളിയുടെ ഓഫീസിൽ നമ്മളൊരു ഓപ്പൺ മൈക്ക് ഉണ്ടല്ലേ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വിനോദേട്ടൻ. നമ്മൾ ആ സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ടോപ്പ് സീക്രട്ട് ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ DM ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുള്ളൂ. അപ്പൊ അത് അങ്ങനെ നമുക്ക് വിനോദേട്ടൻ അറിയാം. വിനോദേട്ടൻ എന്റെ ഓർമ്മയുണ്ടാവില്ല, വിനോദേട്ടൻ എനിക്കറിയാം. ഞാൻ ആളുടെ ഒരു ആഡില് വർക്ക് ചെയ്തിരുന്നു, മനോരമയുടെ It was like a montage of like people opening newspapers and in like different locations. It was very interestingly done. അതിലൊരു എയർപോർട്ട് സീക്വൻസിൽ ഞാനായിരുന്നു പേപ്പർ പിടിച്ച്. അപ്പോൾ നമ്മൾ അന്നേ ചെയ്യുമ്പോൾ ഈ ചേട്ടൻ മൂൺ വാക്ക് എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്? 2018, 21 and 21 and 22, 3 ലാസ്റ്റ് പാച്ച് ഒരു എഡിറ്റ് പാച്ച് over the course of COVID looksum. നമുക്ക് ആദ്യമാണെങ്കിൽ നിങ്ങളൊന്ന് ക്യാരക്ടേഴ്സ്. ഞാൻ എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാൻ പടത്തിൽ വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു ബ്രദേഴ്സ് ആയിട്ട് വരുൺ എന്ന് പറഞ്ഞ ബ്രദേഴ്സ് ഉണ്ട്. അതിൽ വരുൺ ആയിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് നൈനിത എന്നാണ്. ഞാൻ സീന റഷീദ് ഞാൻ ഷെഹന ഹർഷിത, ഷിബുവിന്റെ പേരായിട്ട് വരും. നിങ്ങൾ പേഴ്സണലി My name is Arun. ഞാൻ സാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നു. അതായത് അപ്പൊ ഇത് 2018-ലാണ്
സ്റ്റാർട്ട് ചെയ്ത് start ആദ്യം. ചെയ്തിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ഇയേഴ്സ് പിന്നെ കോവിഡ് അപ്പോൾ അത് കാരണം കുറച്ച് ഇതും പിന്നെ അതിനുശേഷം വീണ്ടും ഈ പാച്ച് ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ലുക്സ് വെച്ച് അങ്ങനത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അങ്ങനെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയിലോട്ട് എത്തിപ്പറ്റിയത്? അപ്പൊ ബ്രോ VA പ്രൊഡ്യൂസറാണ്, അപ്പൊ നെപ്പോ പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി ഞാൻ VA സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് ഇൻ 2013 ആസ് എ പ്രൊഡക്ഷൻ റണ്ണർ. ഈ 17 ഒക്കെ ആയപ്പോൾ അവിടെ പ്രൊഡ്യൂസർ അല്ലായിരുന്നു. റീസെന്റ് ആണ് പ്രൊഡ്യൂസർ റോൾ കിട്ടിയത്. ബട്ട് ഇവരൊക്കെ ഈ മൂവി പ്രോജക്റ്റ് ഓൺ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് വിനോദ് സർ പറഞ്ഞു മൂവിക്ക് കുറച്ച് ഹെൽപ്പ് വേണം, കോസ്റ്റ്യൂംസ് ഒക്കെ റെഫറൻസ് ഒക്കെ വേണം, താല്പര്യമുണ്ടോ പറയാൻ? Absolutely. I mean, he's my mentor. So I was like, yes, anything you need. അപ്പോൾ ഞാൻ വന്നു. പിന്നെ ഇവർക്കൊരു 3 months ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഫസ്റ്റ് ഇയർ ഒരു 3000 ആപ്ലിക്കേഷൻസ് they filtered out about 8 people. And then ഇവർക്ക് ഒരു ഗ്രൂമിങ് സെഷൻ, ബിക്കോസ് ലൈക്ക് we're going back in time. It's like a time capsule going back to the 80s. So അതിൻ്റെതായ കുറേ like different things in terms of dance. Learning break dance is a huge language because it's from Trivandrum, Puttanthoppu. അപ്പോൾ ആ ഒരു എന്താണ് സ്ലാങ് പഠിക്കാനും പിന്നെ ആക്ടിങ് ക്ലാസ്സസും അങ്ങനെ കുറേ എല്ലാവരെയും ഫസ്റ്റ് മൂവിയാണ്. സോ അവർക്കൊരു ഗ്രൂമിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ നമ്മൾ ലൈക്ക് എൻ ഇൻറ്റൻസ് മോർണിംഗ് 9 to like 6 അങ്ങനത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കെഡ്യൂൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് I came on board. Plus I was helping with costume references and things. പക്ഷേ ഇവരെ കൂടെ വന്നിട്ട് ഇവര് ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇങ്ങനെ കാണും. അതായത് ഇവര് എല്ലാം അറ്റൻഡ് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ സൈഡിൽ ഇരിക്കും. പെട്ടെന്ന് വേവൊക്കെ അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നത്, ഞാൻ ജോയിൻ ചെയ്തോട്ടെ ചോദിച്ചു. ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു AD വന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ ചെയ്ത് ഒരു വൈകുന്നേരം പോയിരുന്ന് ഫുൾ ഡിസ്കഷനാണ്. ഇതൊക്കെ ഒരു almost 7-8 months ഇങ്ങനെ നടന്നു. So basically, so during that time they saw how I also know how to dance. They saw my performances in these clips. നമ്മുടെ ഒരു കെമിസ്ട്രി ഒക്കെ കണ്ട് അവർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു, പ്രൊഡക്ഷനിൽ പണിയെടുക്കണോ or you want to act? Really dodged a bullet there because like നമ്മുടെ crew members എല്ലാം ആ ഒരു 90 days they did not sleep for more than 3 hours every day. പണിയെടുത്ത് ഞാൻ അങ്ങനെ പണിയെടുത്തത് ഞാൻ പാടുപെട്ടു. So I got really lucky because sleep was very important for us. I mean, schedule apart, sleep is really important. So that's how I came on this project. So I didn't come through auditions. I just got really lucky. I didn't have to go through any of that. ട്രഡീഷൻ ഉണ്ടായിരുന്നല്ലേ? അഭിനയിക്കുന്നു അത് നന്നായി പറഞ്ഞല്ലോ. പക്ഷേ ഡാൻസ് അറിയാവുന്ന I learned dance after. അങ്ങനെ പഠിക്കാൻ പറ്റുമോ ഡാൻസ്? ഞാൻ ഈ വർക്ക്ഷോപ്പിൽ ഇത് പഠിപ്പിക്കുകയായിരുന്നു, ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു. നമുക്കത് ചെയ്യണം എന്ന് There's അധികം nothing you can't do, പഠിച്ചെടുത്തേ right? അല്ല പുഴു പഴയ ദൂരദർശനിലും അമൃതശാലിലും നോക്കിയാൽ കാണാം. obviously ഇപ്പം ലൈക്ക് he got a chance. എന്തായാലും ഈ വിനോദേട്ടൻ ഭരതനാട്യത്തിനെ പറ്റിയൊരു സിനിമ എടുക്കാൻ പറ. അതില് ഒരു അപ്പം ചോദിച്ചാൽ അഭിനയിക്കുന്നു പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, അഭിനയിക്കില്ലേ? ദീപക് അഭിനയിക്കുന്നു, നന്നായിട്ട് അഭിനയിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ 3000 പേരിൽ 8 പേരിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു? അതെങ്ങനെയായിരുന്നു? They have to be dancers. They have to match a particular look. Okay. That you can groom into a mullet. Basically, Rishi hairstyle പോലെ ഈ ഫ്രണ്ടിൽ മറ്റേ ഷെയ്ഡും ബാക്കിൽ ടെയിലൊക്കെ വരാൻ പോയിട്ട് ആ ഒരു ലുക്ക് ആണ് ഒരു ലുക്ക് പോസ്റ്റർ ഇട്ടിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് കഴിച്ചിരുന്നു. സോ ആൻഡ് ഹൈറ്റ്, ആ ഒരു ബോഡി ഫ്രെയിം വാസ് വാട്ട് ദേ വർ ലുക്കിംഗ് ഫോർ. പിന്നെ ഓഡിഷൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഇതൊരു ബൗണ്ട് സ്ക്രിപ്റ്റ് മൂവിയാണ്. അതായത് ആദ്യ ഈ സിനിമയിൽ ഇത്രയും ക്യാരക്ടേഴ്സും സാധനം ഉണ്ടായിരുന്നു, അതോ കൊള്ളാം ഒരു 2 ക്യാരക്ടർ കൂടെ ഇരുന്ന അങ്ങനെ വന്നൊരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറെ ക്യാരക്ടർ ആണെന്നാണ് ഞാനും വിചാരിച്ചത്. അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വേറൊരു എന്റെ ക്യാരക്ടർ വേറെ ആൾക്കാർ ഓഡിഷൻ ചെയ്തതാണ്. അതാരും ഫിറ്റ് ആവാതെ ഇവൻച്വലി ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂലൊക്കെ പറയാതെ എനിക്ക് വേണ്ടി ആഡ് ചെയ്ത ക്യാരക്ടറാണ്. പക്ഷെ അത് വേറൊരു ഇന്റർവ്യൂ ഡയറക്ടർ മാറ്റി ഉണ്ടായിരുന്നതാണ്, അത് കൊടുത്താണെന്ന് പറഞ്ഞത്. ഹർഷിത എങ്ങനെയാണ് ഇതിലോട്ട്?
ഞാൻ വിനോദ് സാറിന്റെ കൂടെ ആക്ച്വലി ഇതിന് മുമ്പ് ഈ മൂൺ വാക്കിന് മുമ്പ് ഈ ചെറിയ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആഡ്സ് ചെയ്തു. അങ്ങനെ ഇപ്പം മൂൺ വാക്ക് എന്നൊരു ഫിലിം ഓൺ ആയപ്പോൾ കാസ്റ്റിങ്ങിന്റെ വന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ അമ്മയെ ആദ്യം വിളിച്ചത്, അമ്മയാണ് കോൺടാക്ട് ചെയ്തത്, സാറ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അമ്മയോട് പറഞ്ഞു ഇങ്ങനോട് ഓഡീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഓർക്കണം. അതെ, വിനോദ് സാറിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ജോണിനോട് വർക്ക് ചെയ്തിട്ട് പുള്ളിനെ വിളിച്ചില്ലേ അല്ലേ? അവരെപ്പോഴും ബിസിയാണ്. അപ്പൊ ഞാനിങ്ങനെ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് ഈ ഓണവും റംസാനൊക്കെ വരുമ്പോ സാർ ഹലോ ഞാനിവിടെ ഉണ്ട്. തട്ടമിട്ടൊക്കെ പോട്ടെ. അങ്ങനെയല്ല, എക്സ്ക്യൂസ് മീ, അങ്ങനെയല്ല. അവിടെ പോയിട്ടാണ് ഞാൻ മുസ്ലിം ക്യാരക്ടർ ആണെന്ന് തന്നെ അറിഞ്ഞത്. അപ്പൊ അയ്യോ ഞാൻ അറിയാണ്ടടിച്ചതാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എനിവേ ഞാൻ ഇങ്ങനെ സാറിന് ഇടയ്ക്കിടയ്ക്ക് അയക്കുമ്പോഴത്തേനും ഇപ്പൊ സാർ ഓർത്ത് കാണണമായിരിക്കണം തന്നെ. അപ്പൊ എനിവേ ഐ ഗോട്ട് ലക്കി. അപ്പൊ അങ്ങനെ ഓഡീഷന് പോയി ഇങ്ങനെ ചെയ്ത് നോക്കി. ചെറിയ ചെറിയ 2 ക്ലിപ്പ് ഓക്കെ ഡൺ പറഞ്ഞു. ഓൾറെഡി ഞാൻ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു കോണ്ടാക്റ്റും സാറിന് ഒരുവിധം തന്നെ അറിയാം. അപ്പം അങ്ങനെ ഇതിലേക്കും കൂടെ അതിന്റെ ഡയലോഗ്സ് പറഞ്ഞു നോക്കിയപ്പം ഓക്കെ ഫൈൻ. പിന്നെ അങ്ങനെ അടുത്ത നൈനിത എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? എന്റെ ഒരു മോശം തീരുമാനം. ഓഡിഷൻസും പ്രൊഫൈൽസ് ഒക്കെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ജോമിത്തേട്ടനുണ്ട് ഹൂസ് റെസ്പോൺസിബിൾ ഫോർ കാസ്റ്റിംഗ്. ജോമിത്തേട്ടനോട് ക്ഷമിക്കണേ. പേടിക്കണ്ട, ജോമിത്തേട്ടൻ ഇത് കാണാൻ പറ്റും. സോ ചേട്ടൻ വിളിച്ച് ഐഡിയയിൽ വെച്ച് എനിക്ക് 2-3 റൗണ്ട്സ് ഓഫ് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് ഷോൾ ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് തട്ടൊക്കെ ഇട്ട് മെനി റൗണ്ട്സ് ഓഫ് ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞ് ഐ ഗോട്ട്. എനിക്ക് ഓഡിഷൻ കിട്ടിയെന്ന് പറഞ്ഞ ജോമിത്തേട്ടൻ കേട്ടോ. ഐ ലവ് യു. Jomitatan is one of the most consistent and resilient guys. Yeah. Who is like a resource of VI. പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് anything you ask him to do, especially Vinod sir says, he will get it done. No matter what he has to do, no matter who he has to, he will get it done. He is that responsible. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതുമായിട്ട് ബേസ് ചെയ്ത് എല്ലാ ഹിസ്റ്ററിയും പുള്ളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. ബേസിക്കലി എല്ലാ ഡാൻസേഴ്സിനെയും പോയി ഇൻഡിവിജ്വലായി മീറ്റ് ചെയ്ത് ഓഡിഷൻ ഒക്കെ ചെയ്ത ഒരാളാണ് ജോമിത്തൻ. വീട്ടിൽ പോയി സിബി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ലൈക്ക് ഹി വെന്റ് ടു ദി ഹൗസ്. നേരെ പോയി സംസാരിച്ചു, എല്ലാം പറഞ്ഞ് നമ്മുടെ പടത്തിലെ സുരയുടെ വീട്ടിൽ പേഴ്സണലി പോയി ഓഡിഷൻ ഒക്കെ എടുത്ത്. പുള്ളി ആദ്യ ഡാൻസർ ആയിരുന്നു. പുള്ളി he is Michael Jackson inspired dancer. He was doing stages and all. From 2009. Same style. മൈക്കിൾ ജാക്സൺ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ഷോസ് ഒക്കെ പുള്ളി ഗപ്പിയിലെ ജാക്സൺ വരുന്നുണ്ടല്ലോ, ഗപ്പി പടത്തിൽ. ഗപ്പിയിലെ ഗബ്രിയേലിന്റെ അതിനകത്ത് ജാക്സന്റെ ഒരു ലുക്കിൽ വരുന്നത് സിബി ജാക്സൺ. പുള്ളി ഡാൻസിനെ കുറിച്ച് പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയ യൂട്യൂബ് ഷോട്ട് ഓ ഹി ഈസ് റിയലി പാഷനേറ്റഡ്. ഭയങ്കര പാഷനേറ്റ് ആണ്. മൈക്കിൾ ജാക്സൺ അതേപടി മൈക്കിൾ ജാക്സൺ. കണ്ടാലും ഒരു ചെറിയ റിസംബ്ലൻസ് ഉണ്ട് പഴയ നമ്മുടെ മൈക്കിൾ ജാക്സനും. ഈവൻ ഹി ക്യാൻ ഡു ദി വോയിസ്. അതേ രീതിയിൽ പിള്ളേരെ കാണുമ്പോൾ എങ്ങനെയാണ് ബിഹേവിയർ? That's a bit dark. He's an introvert more than anything, so he's quite well behaved. Yeah, minus all the toxic stuff. Minus all the toxic. പുള്ളിയുടെ അവസാനത്തെ ഡാൻസ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ്സ് പുള്ളി തകർത്തു. ആക്ച്വലി ഈ സിനിമയിൽ ഇത്രയും പേരെ കാസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു ഭയങ്കര ചാലഞ്ചാണ്. ആരും എത്ര പോയിന്റ്സ് ഓഫ് ഫെയിലിയർ ഉണ്ട്. അതാണ് 3 month training. എനിക്ക് ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ വിനോദ് കണ്ടത് ചെറുത് പേടിയായിട്ട് തോന്നിയാലും എൻറ്റയർ ആ ഷൂട്ടിന്റെ പ്രോസസ് എവറിവെയർ ഹി വാസ് വെരി പേഷ്യന്റ്. കുറേ ടേക്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ഹി മൈറ്റ് യൂസ് പേഷ്യൻസ് ബട്ട് he was very calm and nice with everyone. ചേട്ടന്മാരാണെങ്കിലും ഇപ്പോ പ്രൊഡക്ഷന്റെ ബാക്കി തെറി കിട്ടുന്നുണ്ടല്ലേ? ഇല്ല, he is friendly with everyone. സാറിന് അങ്ങനെ ഒരിക്കലും നമ്മൾ ആരെയും പ്രഷറൈസ് ചെയ്തിട്ടില്ല. അല്ല, HODs will അത് സാധാരണ സ്വാഭാവികമായി നടക്കുന്ന ഒരു സെറ്റിൽ കാര്യങ്ങൾ. ഇത്രയും പ്രഷർ അണ്ടർ ടെൻഷൻ ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ എന്തായാലും ചെറിയ എന്തെങ്കിലും ഉണ്ട്. പക്ഷേ we never had to face that honestly. Never.
ഇനി ബ്രോ പറയൂ, ഋഷി. ഞാൻ വന്നത് ആക്ച്വലി ഒരു കാസ്റ്റിംഗ് കോൾ കണ്ട് ഫോട്ടോ അയച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ആർ യു ദിസ് ഗൈ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ ഇട്ട് Yes, I am this guy. Yes, I am. ഒരു ലീൻ ഫിഗർ ആൻഡ് ഹെയർ ഒക്കെ ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് ആർ യു ദിസ് ഗൈ കെൻ യു ലൈക്ക് ഡാൻസ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിന് ഫോട്ടോസ് അയച്ചു കൊടുത്ത് അങ്ങനെ വിളിച്ചിട്ട് ഓഡിഷന് പോയതാണ്. ഞാൻ ഇതിനു മുമ്പ് 18-ാം പടി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്, മെയിൻ ഹീറോയുടെ ഫ്രണ്ടായിട്ട്. അങ്ങനെ അപ്പം അതിനുശേഷമാണ് ഇതിലേക്ക് അയച്ചു ഫോട്ടോസ് അയക്കണേ. അപ്പം അങ്ങനെ വിളിച്ചു, ഇതിൻ്റെ ഓഡിഷന് പോയി. ഞാൻ ഓഡിഷന് പോകുമ്പോൾ തന്നെ മറ്റേ ജെയ്ക്കായിട്ട് ചെയ്ത ഷിബു, പിന്നെ ഷാജിയായിട്ട് ചെയ്ത മനോജ്, അവരെല്ലാവരും ഉണ്ടായിരുന്നു ആ ഓഡിഷന് തന്നെ. അപ്പോൾ പ്രേമും ഉണ്ടായിരുന്നു, മറ്റേ സുദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പഠിപ്പിക്കാൻ വരില്ലേ, അവരെല്ലാവരും ആ സെയിം ഡേ അവരും മറ്റേ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് തന്നെയായിരുന്നു ഓഡിഷൻ. പക്ഷേ ഓഡിഷൻ നമുക്ക് ആക്ച്വലി രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ടായിരുന്നു. ഫുൾ കുറേ ചെയ്യിപ്പിച്ച് ഫുൾ, അത് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് ആക്ടിങ് ബേസ്ഡ് ആക്ച്വലി. ഫുൾ ആക്ടിങ്, ഓരോ സീൻസ് അങ്ങനെ തന്ന് പിന്നെ ഡാൻസ് നമുക്ക് അന്നൊന്നും അറിയില്ല ഡാൻസ് ബേസ്ഡ് ആയിരിക്കും എന്നൊന്നും. ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചു, കളിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതും ഇന്ന സാധനം തന്നെ കളിക്കണം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, നിങ്ങൾ കളിക്കുക, അറിയാമെന്നുള്ള സാധനം കളിക്കാൻ പറഞ്ഞു. അപ്പം കൊറിയോഗ്രാഫർ ആയിരുന്ന ശ്രീജിത്ത് ആശാനൊന്നുണ്ടായിരുന്നു. ചുമ്മാ നമ്മൾ ചെയ്യുന്ന ഓഡിഷൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും പുള്ളി ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് ഓക്കെ ഇത് ഓക്കെ ആണ് അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞോളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ആയെന്ന് അറിഞ്ഞു. പിന്നെ സെലക്ട് ആയതിനു ശേഷം ഇപ്പം അരുൺ പറഞ്ഞ പോലെ ഒരു 3 മാസത്തെ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊരു അത് ട്രിവാൻഡ്രത്ത് തന്നെ. ഡാൻസ് കളിക്കുമായിരുന്നു, പ്രൊഫഷണൽ ഡാൻസർ അല്ല, പക്ഷെ കളിക്കാറിയാം. അപ്പോൾ പക്ഷെ എന്നാൽ പോലും ഈ പടത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇതിലൊരു 80s 90s സ്റ്റൈൽ ബ്രേക്ക് ഡാൻസ് ആണ്. അപ്പോൾ അത് അത്ര ഇപ്പൊ കളിക്കുന്ന സ്റ്റൈലൊന്നും അല്ല, അത് മറ്റേ വേറൊരു സ്റ്റൈൽ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റൈലാണ്. അപ്പൊ അത് ആക്ച്വലി കളിക്കാൻ അറിയാന്നുള്ള ആൾക്കാർക്ക് പോലും പാടായിരുന്നു അത് പഠിച്ചെടുക്കാൻ. ഇപ്പൊ പഠിച്ചതെല്ലാം അൺലേൺ ചെയ്തിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ പഴയ സ്റ്റൈല് പഠിക്കണം. പിന്നെ ഈ 3 മാസത്തിൽ നമുക്ക് ആദ്യം ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. 3 മാസത്തെ എവിടെയായിരുന്നു വർക്ക്ഷോപ്പ്? ലാംഗ്വേജ് പഠിക്കണമായിരുന്നു, കാരണം ആ സ്ലാങ്, കാരണം കോഴിക്കോട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇതെല്ലാം സൈമൾട്ടേനിയസ് ലൈക്ക് ഒരുമിച്ച് തന്നെയാണ്. ആദ്യം ആക്ടിങ്ങിലൊരു, പിന്നെ ലാംഗ്വേജിന് വേണ്ടി ട്രെയിനറിനെ കൊണ്ടുവന്നു. പുള്ളി നമ്മളോട് അഭിനയിക്കുന്നുണ്ട്, മിന്നൽ ഷാ. നമ്മുടെ ആ ലൈറ്റ് ഇങ്ങനെ കറക്കത്തില്ലേ ഒരു നിങ്ങൾക്ക് ഇതൊരു വെബ് സീരീസ് ആക്കായിരുന്നു സത്യം പറഞ്ഞ, ഇത്രയും ക്യാരക്ടേഴ്സിന്റെ ഒരു സാധനം. അപ്പൊ പുള്ളി അങ്ങനെ നമ്മൾ ആക്ച്വലി ട്രിവാൻഡ്രം സ്റ്റൈൽ സ്ലാങ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പഠിപ്പിക്കുമ്പോഴും പുള്ളി ഇങ്ങനെ പുള്ളിനെ ഇങ്ങനെ പുള്ളി പഠിപ്പിക്കുന്ന സമയത്തും നമ്മൾ എന്താ പറയാ ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്നല്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കും. അപ്പം ഞാനൊക്കെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് അത്ര പാടല്ല. പക്ഷെ വേറെ കുറെ സ്ഥലത്ത് ചാലക്കുടി CB മറ്റേ സുര ചെയ്തത് ചാലക്കുടി എന്നാണ്, ജയിക്കായിട്ട് ചെയ്തത് കോഴിക്കോട് നിന്നാണ്. അപ്പൊ അവർക്കൊക്കെ പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന നല്ല റാൻഡംലി സംസാരിക്കും, പക്ഷെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് പോലത്തെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ റാൻഡം കോൺവെർസേഷൻസ്, ഓരോ കാര്യം സംസാരിക്കുമ്പോൾ എല്ലാം ആ സ്ലാങ്ങിൽ സംസാരിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ആ ട്രെയിനിങ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡാൻസ്, അതിൻ്റെ കൂടെ തന്നെ ഡാൻസിൻ്റെതും ഈ 3 മാസം ഉണ്ട്. അത് നമ്മളെല്ലാം താമസിച്ച ഒരു ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ താമസിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ആദ്യം ചോദിച്ചത് നിന്റെ പേരെന്തിന്. അങ്ങനെ സംസാരിച്ചാണ് ആ ലാംഗ്വേജ് ഒക്കെ ആക്ച്വലി എല്ലാവർക്കും ശരിയായത്. കോഴിക്കോട് പറയും, ഇവിടെ വരുമ്പോ എന്താ പറയുന്നത്, അവിടെ പോകുമ്പോ ഇവിടെ വരുമ്പോ എന്തിനു പറയണത്. ഇതിനു മുന്നേ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പ്രൊഫഷണലി ആക്ടിംഗ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പരോൾ ചെയ്തിട്ടുണ്ട്. പരോൾ സിനിമ മിസ് കേരള ടോപ്പ് 6 ഫസ്റ്റ് ട്രൈ. മിസ് യൂണിവേഴ്സ് ഒക്കെ ആവുമ്പോൾ ഞാൻ പറയാം. അടുത്ത സ്റ്റേജ് ഏതാണ്? അടുത്തത് മിസ് സൗത്ത് ഇന്ത്യ.
ഇണങ്ങി അതിന്റെ ഒരു ടയർ സിസ്റ്റം എങ്ങനെയാണ് ഇനി മേളിലോട്ട് എങ്ങനെയാണ് അതിന്റെ? മേലോട്ടെന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യം ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല ലൈക്ക് ഇപ്പൊ മിസ് കേരള പോയി കഴിയുമ്പോഴത്തേനും ഇപ്പൊ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ ഇതിന് ജില്ലാ ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇതിന്റെ കലോത്സവം മനസ്സിലായി. പഞ്ചായത്ത് ലെവൽ അത് കേരളോത്സവം നമുക്ക് പഞ്ചായത്ത് ലെവൽ ആദ്യം വെക്കാം. അതാണ് കേരളോത്സവത്തിൽ മിസ് കേരളയാണ് ഇതിന്റെ തുടക്കം മിസ് കേരളയാണ്. Okay. ഓക്കെ മിസ് കേരള കഴിഞ്ഞിട്ട് നമുക്ക് മിസ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു വേദിയില് മിസ് കടവന്തോന്നില്ല, മിസ് കടവന്തറ മിസ് ചോറ്റാനിക്കരിയൊന്നുമില്ല. മിസ് ചാലക്കുടി, മിസ് പൂജപ്പുര, മിസ് ട്രിവാൻഡ്രം, മിസ് കേരള. മിസ് കേരള Starts at state. Okay. സ്റ്റേറ്റ് നമ്മൾ ഇത് പോകത്തില്ലേ, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ പോകുന്നത്. Okay. അപ്പം സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അത് എന്നെ കൂടെ തെറ്റിച്ച്. അപ്പൊ ആദ്യം മിസ് കേരള, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈക്ക് സ്റ്റേറ്റ്സ് തമ്മിൽ പല പല സ്റ്റേറ്റുകൾ തമ്മിൽ, Okay. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോവുക, അങ്ങനെയാണ് വരിക. അതൊക്കെ തന്നെ നമുക്ക് ഓരോ ലെവൽസ് ആണ്. ഇപ്പൊ Okay. മിസ് ഇന്ത്യ ചെയ്തു, ഇത് ഫെമിന മിസ് ഇന്ത്യ. എന്താണ് മിസ് നമ്മൾ അതിലേക്ക് കടക്കാതിരിക്കുന്നതാണ് വളരെയധികം നല്ലൊരു തീരുമാനം. ബിക്കോസ് അത് പറഞ്ഞാൽ അത് കാര്യം ഡാൻസിലോട്ട് വരാതിരിച്ചു. അല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ Back നാട് to എവിടെയാ the- ശരിക്കും? എന്തോ? നാട് എവിടെയാ? കോട്ടയം. കോട്ടയം. ഞാൻ born brought up മുംബൈ. ആ. ഇപ്പൊ ഇവിടെ കൊച്ചി. കൊച്ചി. ഞാൻ ബോൺ ബ്രോട്ട് ബാംഗ്ലൂർ, ട്രിവാൻഡ്രമാണ് ശരിക്കും. എൻ്റെ ആക്ച്വലി മിക്സ് ആട്ടോ, അച്ഛൻ ട്രിവാൻഡ്രം അമ്മ കോട്ടയവുമാണ്. അപ്പൊ രണ്ടും ഉണ്ട് എനിക്ക്. താങ്ക്സ്. ആരും ചോദിച്ചില്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ ഒരു താങ്ക്സ്. നിങ്ങൾക്ക് ഈ ഭാഷ നിങ്ങൾ അങ്ങനെ പിക്കപ്പ് ചെയ്തു, ഡാൻസ് കഷ്ടപ്പെട്ട് പഠിച്ച് പിക്കപ്പ് ചെയ്തു, പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിങ്ങിൽ അവർ ചെയ്യിപ്പിച്ചത്? അതായത് I think mainly everyone just played ourselves, to be honest. You know, like എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല, അപ്പോൾ എനിക്കൊരു ക്യാരക്ടർ ദുബായ് റിട്ടേൺ ബ്രോക്കൺ മലയാളം സ്പീക്കിംഗ് പോയി, അപ്പോൾ എൻ്റെ മൂവിയിൽ കൂടുതൽ ഡയലോഗ്സ് എനിക്ക് ഇംഗ്ലീഷിലാണ്. ഫുൾ ആക്ടിങ്ങിലും അങ്ങനെ തന്നെയായിരുന്നു കുറേ. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ നമുക്കറിയില്ലായിരുന്നു നമ്മൾ ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവസാനം വരും. ഈ ക്യാമ്പ് സമയത്തും വർക്ക്ഷോപ്പ് സമയത്തും ഒന്നും നമുക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ 3 മാസം നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ്, തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് സാറും ക്രൂ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ താഴെയായിട്ട് ഇങ്ങനെ പോയി നമുക്ക് അവരുടെ വർക്കും നമുക്ക് കാണാം, അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ എന്താ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള റിഹേഴ്സൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല? ഇല്ല, അതൊക്കെ അവസാനം അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ടുവേർഡ്സ് ദി ലൈക്ക് റൈറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ഷൂട്ട്, ഒരു 2 days ബിഫോർ അങ്ങനെ എന്തോ ആണ് നമുക്ക് ആ സെഷൻ ഉണ്ടായത്. അപ്പോൾ അതുവരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം അവരുടെ കൂടെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഏതാണ് നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കും, സാർ നമ്മൾ ഏതാണ്, അതൊക്കെ ഉണ്ടോ, അത് പറയാം, അത് ഉണ്ട് എന്നൊക്കെ സാർ പറയും. ഓൾസോ ഐ തിങ്ക് ലൈക്ക് കൺഫ്യൂസ്ഡ് ആൻഡ് അവരും ഇങ്ങനെ തന്നെ വീണ്ടും കണ്ട് നമ്മളെ ഓഡിഷൻസും വീഡിയോസും he was also involved in that audition video. Confused അല്ല, I mean they were more like they wanted that little authentic natural thing basically. നിങ്ങൾക്ക് ഒരു ലൈൻ തന്നിട്ട് അത് അങ്ങനെ ക്യാമറയിൽ പറയണമെന്നല്ല. So they were like, you know, this is the scenario, നീ ഇത് പഠിച്ചെങ്കിൽ നീ എങ്ങനെ ഇത് how will you render it? അപ്പോൾ അതായിരുന്നു render it with everything like language, basically you get keywords, these are the keywords you have to use, Okay. put it in a sentence and deliver. ഡബിംഗിലായിരുന്നു പറഞ്ഞു, എന്തായിരുന്നു അവസാനം ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് സാർ പറയുന്നത് നിങ്ങൾ ഇന്ന ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? ഉദ്ദേശിച്ച രീതിയിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് കിട്ടിയത്, അതായത് വേണ്ടുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. അങ്ങനെ അതുകൊണ്ടല്ലേ അത്രയും പേരിലേക്ക് ചുരുങ്ങി സെലക്ട് ചെയ്തത്. ഇതിന്റെ ആർട്ട് വർക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. സാബു മോഹൻ. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ഡാൻസ് ബേസ്ഡ് സിനിമയാണ് മലയാളത്തിൽ അല്ലേ? അതാണ് വേറെ ഇറങ്ങിയിട്ടുണ്ടോ? എനിക്ക് കമലതളുണ്ട്, കമലതളം. ചേട്ടാ അല്ല, പക്ഷെ പ്രോപ്പർ ഇങ്ങനത്തെ ഒരു ബേസ്ഡ് ഈ like completely പഴയ based full dance like 80% 70% dance First of its first kind. movie. Yeah, period film 80s, I mean sorry, dance. Period films ഉണ്ട്, പക്ഷെ dance period films Yeah. ഇനി എനിക്ക് മലയാളം ആക്ച്വലി അറിഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പ്, ഡബിൾസ്, സിംഗിൾസ് എന്നൊക്കെ ഉണ്ടെന്നുള്ള. പിന്നെ വളരെ ഓർഗാനിക് ആയിട്ടാണ് ഇനി ഇതൊന്നും സ്റ്റെപ്പ് പഠിക്കുന്നത്. ചോദിച്ചിട്ടാണ് നിനക്കിത് അറിയാം, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇവർ പറഞ്ഞു തരുമായിരുന്നു, ഈ വേവ് പഠിക്കാൻ വേണ്ടി ഇവര് മതിലിൽ ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ട് ഇങ്ങനെ
അതൊക്കെ ആയിരുന്നു ഒരു സ്റ്റെപ്പ്. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ആ, കൂടെ. ശരിയാ, അതാ. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഡാൻസ് മാഷ് മറ്റേ ഫുഡ് ലൂസേഴ്സിൽ ബാബു മാഷൊക്കെ പറയുന്നത് പുള്ളിക്കാരൻ പോയി തിയേറ്ററിൽ മറ്റേ ഒരു തവണ കണ്ടിട്ട് അത് ഓർത്ത് വെച്ചിട്ട് വീട്ടിൽ പോയി പ്രാക്ടീസ് അത് ഒരേ 3 പ്രാവശ്യം അവർ പോയി കാണും സിനിമ, എന്നിട്ട് അത് ഓർത്തിട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ. അത് പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇന്നുള്ളവർക്ക് പറഞ്ഞാൽ ഇപ്പൊ നമുക്കെല്ലാം യൂട്യൂബ് ഉണ്ട്, നമുക്ക് ട്യൂട്ടോറിയൽ ഉണ്ട്. പഠിക്കണല്ലോ ഒരു വേവ് പഠിക്കണം എങ്ങനെയാന്നുള്ളത് ഇവിടുന്ന് ഇവിടം വരെ ഇവിടെ ഫുള്ള് സാധനം ട്യൂട്ടോറിയൽ ഉണ്ട്, ഇവിടുന്ന് ഇവിടം വരെ. അന്ന് അതൊന്നും ഇല്ല. അവര് ദേ ആർ ഗോയിങ് വാച്ചിങ് ലേണിംഗ്. അവരെ അറിഞ്ഞു വരാൻ that people should know that they are dancers. അതെ, അത് We have social media and so many mediums where അതെ. videos ഇപ്പോഴത്തെ കാലത്തൊക്കെ ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ ഡാൻസ് അറിയാല്ലേ, ഓക്കെ. പണ്ടൊക്കെ ഡാൻസും കളിച്ച് നടന്നാ മതിയോ, എന്താണ് ഡാൻസ്, വല്ലതൊക്കെ ഇന്നും ജോലി ഡാൻസ് കളിച്ചൊരു പ്രശ്നമാണ്. ഇപ്പൊ ഡാൻസ്, എനിക്ക് ഡാൻസ് അറിയില്ല, ഡാൻസ് ഒക്കെ പഠിക്കണം. പണ്ട് ഡാൻസ് പഠിച്ച് നടന്നാ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു തൊഴിലാണോ? അതെ, ഇതൊക്കെ ഒരു തൊഴിലാണോ, പഠിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, അത് ഇപ്പോഴും മാറിയിട്ടില്ല. ചോദിക്കാറുണ്ട്. ഇപ്പോഴും still ഉണ്ട്. ആണ്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ് ഞാൻ ഒരു കല്യാണത്തിന് ഇപ്പൊ എന്റെ ഒരു അകന്ന റിലേറ്റീവ് പറഞ്ഞത് എന്റെ അടുത്ത് മുഖത്തേക്ക് ഇതൊക്കെ ഒരു പണിയെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ഐ മീൻ ഡാൻസ് സ്റ്റാൻഡപ്പ് എന്ന് മാത്രമല്ല എനി ഫോം ഓഫ് ക്രിയേറ്റീവ് ആർട്ട് ഫോമിനെ ആൾക്കാർ ആക്ച്വലി എല്ലാവരും തന്നെ കൺവെൻഷണൽ ചൂസ് ചെയ്യാതെ നോൺ കൺവെൻഷണൽ ഫോമിൽ നമ്മൾ പോകാണ്ട് ലൈക്ക് നോർമൽ ജോബിൽ പോവാതെ ഇതേപോലത്തെ എന്തെങ്കിലും ചൂസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചൂസ് ചെയ്താലും ഇതൊക്കെ മതിയോ. അതൊരു വേറൊരു ജനറേഷൻ ഉണ്ടോ, അതായത് അവർക്കേ ഉള്ളൂ. ഇപ്പൊ ഉള്ളവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്തിനും പൈസ ആക്കി എടുക്കാം എന്നുള്ള മെയിൻ സംഭവം അവർ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് വരുമാനം എന്തുണ്ടാവും എന്നുള്ളതാണ്. അവരുടെ കാലത്ത് അങ്ങനെ അവർ കണ്ടിട്ടില്ല. അവരുടെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ സക്സസ് ഭയങ്കര. അല്ല, ആക്ച്വലി അവർ അന്ന് അത്ര റിസ്ക് എടുത്തോണ്ടാണ് ഇപ്പോഴും നമ്മളത് ഫോളോ ചെയ്ത് ഇപ്പൊ റിയാലിറ്റി ഷോസ് എത്ര ചാൻസസ് ഓരോ ആൾക്കാർക്ക് കിട്ടുന്നത്. Well, we still have such people who take risks in our day. In our case, our director Vinod Ekhe, who's taken a movie with such new faces. Similarly, Lijo That too Pellicerri, dance. who's done the same thing. Huge risk taker. ഈ വിനോദേട്ടൻ ഇത് ന്യൂ ഫേസസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഐ മീൻ അങ്ങനെ പുള്ളി ഡിസൈഡ് ചെയ്തത്. അതായത് പുള്ളിക്ക് അത് he still stand by that. ഓക്കെ, പുള്ളി അടുത്ത സിനിമ എടുത്തെങ്കിൽ നിങ്ങളെ ഇങ്ങനെ വിളിക്കില്ല. തന്നെയായിരിക്കും. ന്യൂ ഫേസസ് അല്ലല്ലോ. Not like that, not like that. സാറ് ന്യൂ ഫേസസിനെ ആഡ് ചെയ്യും. ഓൾസോ ഇൻക്ലൂഡ് ഇപ്പൊ ഒരു ആക്ട്, ഒരു കാസ്റ്റ് ഇപ്പൊ ഓക്കെ ഹി ഈസ് ആപ്റ്റ് ഫോർ ഇറ്റ്, ഒബ്വിയസ്ലി ഹി വിൽ allow him to do it and also include പുതിയ ആൾക്കാർ. ബാക്കിയുള്ളത് അത് ഓഫ് കോഴ്സ് പുതിയ ആൾക്കാർ വരണ്ടേ. പക്ഷേ പുള്ളിക്കാരന് പുതിയ അടുത്തൊരു ഓഫർ in terms of work with a big star, then he'll absolutely do it. But you know, I mean, I think as his first film, he wanted to do it with new faces. കാരണം അത് എൻ്റെ ഒരു എസെൻസ് അതുകൊണ്ടേ വരുവുള്ളൂ എന്ന് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നവർ. പുള്ളി ഒരു പോയിന്റ് വിചാരിച്ചുള്ളൂ ഇത്രയും ന്യൂ ഫേസസും വേണ്ടായിരുന്നു എന്നല്ലേ. He'll never, because he know what he is doing. സാറിന് ഒരിക്കലും ഇപ്പോഴും he doesn't think like that. He is happy with what he has. ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് നടത്തുക എന്ന് പറയുന്നത് സാറിന്റെ വിൽ പവർ ആൻഡ് ഗട്ട്സ്. അതാണ് അരുൺ നേരത്തെ പറഞ്ഞത്. സാർ എടുത്ത ആ ഒരു റിസ്ക് തന്നെയാണ്. സാർ ഇപ്പോഴും ഹി സ്റ്റാൻഡ്സ് ബൈ ദാറ്റ്. ലൈക്ക് ഹി ഈസ് പ്രിറ്റി ഹാപ്പി വിത്ത് വാട്ട് എവർ ലൈക്ക് നമ്മൾ ചെയ്തതാണെങ്കിലും എല്ലാവരെയും വർക്ക് ആണെങ്കിലും കാരണം ദി വർക്ക് ഈസ് നോട്ട് അറ്റ് ഓൾ ബാഡ്. ഒരിക്കലും ഇത് ഇതാണെന്ന് പറയത്തില്ല. നമ്മൾ ഇത്രയും പ്രതീക്ഷയിലും കാണുന്നവരുടെ റെസ്പോൺസ് കണ്ടിട്ട് കരഞ്ഞൊക്കെയാണ് ചിലർ വരുന്നത്. ദേ ആർ ഹഗ്ഗിങ് അസ്. മറ്റേത് ഫാൻ കണ്ടില്ല, ഓക്കെ ഓക്കെ ബൈ പോയി. ഇത് അവർ വന്ന് അവരുടെ ഇമോഷൻ പറയുകയാണ്. പണ്ടത്തെ ഡാൻസേഴ്സ് വന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ കാലത്ത് ഇത് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റി, ഞങ്ങളുടെ സിനിമയാണെന്ന് പറഞ്ഞ് അവർ ടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ വിൻ. Major Ravi watched our film on the preview. Even he was crying. in tears. He was crying. അപ്പോൾ ഇത് എത്തേണ്ട ഓഡിയൻസിലേക്ക് ഇത് എത്തിയിട്ടുമുണ്ട്. ദേ ആർ ഹാപ്പി. അവരിത് ടേക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് സാർ വാണ്ടഡ്. പിന്നെ നമുക്ക് പണ്ട് കാര്യം ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ റെസ്പോൺസ് എന്താണ്? അതായത് സർപ്രൈസിംഗ് obviously crying. People are crying. വന്ന് കെട്ടിപ്പിടിച്ച് കരയുവോ എല്ലാവരും. On tears. Actually, most surprising response is the fact that even though this is relative to Trivandrum, the kind of audience that is there in Kozhikode, Calicut and the Malabar coast, we are like so surprised that even people here relate to it and you know they're enjoying the film. I think that was the most surprising thing for me personally. എല്ലാ സ്ഥലത്തുനിന്നും ഒരേ റെസ്പോൺസ് കിട്ടുമ്പോൾ കാണുന്ന എല്ലാവരും ഒരേ റെസ്പോൺസ് തരുമ്പോൾ there is nothing more we want. ഒരുപാട് ആൾക്കാർ ആ പഴയ കാലഘട്ടം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ അങ്ങനത്തെ സാധനങ്ങൾ അത് എല്ലാം കുറെ പേർക്ക് അങ്ങനെ ആ ഇതെല്ലാം ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അവർ ഭയങ്കര ഇത് മെയിൻലി ഡാൻസേഴ്സ്.
അന്നത്തെ 80s 90s ആ ഒരു ഡാൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മെയിൻലി വരുന്നത്. അവരുടെ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ട് വരിക. ഇത് എത്രയോ പേര് വരുന്നുണ്ട്. ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ അവിടെ ആൾക്കാർ വരുന്നുണ്ട്, ഈ പണ്ടത്തെ ഡാൻസേഴ്സ് വന്നിട്ട് അവരൊക്കെ ഡാൻസ് ചെയ്യുക. അവർ പാട്ടിടുമ്പോൾ അവരതെല്ലാം മറന്ന് കംപ്ലീറ്റ്ലി ആ മൂവിയുടെ ഇമ്പാക്റ്റിൽ വന്നിട്ട് ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളുടെ സിനിമയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞാണ്. വിനോദ് സാറിനെയൊക്കെ അവർ എടുത്ത് പൊക്കി കൊണ്ടുപോയി. അപ്പം ഹാപ്പി, വി ആർ ഹാപ്പി. Guys, Nana, Yeah. what they're saying, because അവർ ഈ ഒരു സമയത്തായിരുന്നെങ്കിൽ they would have reached അവർക്കൊരു പ്ലാറ്റ്ഫോം അന്ന് അവർക്ക് ശരിക്കും നല്ല പുച്ഛം കിട്ടിയിട്ടുണ്ടാവും ഇതിന്. അന്ന് പിന്നെ no social Some of media. these dancers are now like, you know, they have like, they work in cycle repair shops and stuff like that. They haven't really. അതെ, ഞാൻ അങ്ങനെ കുറെ റീലുണ്ട്. ഒരു വേറെ ഏതോ ജോലികളൊക്കെ. അതാണ് ഇപ്പൊ ആണെങ്കിൽ റീലുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു വേവ് അടിച്ചൊരു റീൽ ഇട്ടാ അത് 1K million 4 million. ഈ ഒരു സാധനം മാത്രം ചിലപ്പോ അവന് അറിവുണ്ടാവുള്ളൂ. ഇപ്പൊ ഹിറ്റ് വേണ്ട. അന്നത്തെ കാലത്ത് അവർ ഓരോ സ്റ്റേജുകളിൽ അങ്ങോട്ട് പോയി ഒരു ചേട്ടാ ഒന്ന് കളിച്ചോട്ടെന്ന് പറഞ്ഞ് അവര് വേവ് അടിക്കുന്നു, കിടന്നു കളിക്കുന്നു, മറ്റേ സ്പിൻ ചെയ്യുന്നു. അത്രയും ചെയ്തിട്ട് അവർക്ക് അന്നത്തെ കാലത്ത് ഒരു 250 രൂപ ഓക്കെ ഫൈൻ, ദേ ആർ ഹാപ്പി. അത് ഇന്ന് അവർ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ലെവലേ മാറിയേനെ. ഇപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ഒരു 60 സെക്കൻഡ് മതി ഒന്ന് വൈറലാകാനായിട്ട്. പിന്നെ ഫോളോവേഴ്സ് ആയി, ചാൻസ് ആയി, അതായി ഇതായി. നിങ്ങൾ ഇപ്പോഴും ഡാൻസ് കളിക്കുന്ന കാണണം. I mean, even though despite the age and stuff like that, they are like amazing dancers. Still അതേ പവർ, That spirit. the energy they have to still do that. അവരുടെ എക്സൈറ്റ്മെന്റിൽ കാണാം അവർക്ക് ഇനി എന്തൊക്കെയോ ചെയ്യണം, ഇനിയും പഠിക്കണം. അവർ ഇപ്പോഴും അപ്ഡേറ്റ് ആണ്. ലൈക്ക് നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പണ്ടത്തെ വേവ് ഇവിടെ നിന്ന് ഇങ്ങനെ എത്ര 8 കൗണ്ട്സ് 11 കൗണ്ട്സ് എന്തോ ഉണ്ടെന്നോ അവർ ഇങ്ങോട്ട് പറയും. പണ്ട് 11 കൗണ്ട്സ് ആയിരുന്നു, ഇപ്പൊ 8 കൗണ്ട്സേ ഉള്ളൂ. അപ്പൊ ദേ ആർ സ്റ്റിൽ അപ്ഡേറ്റ്. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സിന് വേണ്ടി വിനോദ് സാർ ഒരു മൂവി എടുത്ത് അത് ചെയ്യാന്ന് പറയുന്ന ഇറ്റ്സ് really documentary ചെയ്യുന്നുണ്ട്, Moonwalk documentary. I think you must have seen like on our promotion page about all these old dancers who you know, stories inspired by. അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, Moonwalk documentary. നിങ്ങൾക്ക് ഈ 3 മാസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പറഞ്ഞു നിങ്ങൾ ഈ റോളാണ്. അത് ആ പറയുന്ന സമയത്താണ് സ്ക്രിപ്റ്റ് റീഡിങ് നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു. പിന്നെ ഷൂട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ അന്ന് വരുമ്പോഴത്തേക്ക് അന്നത്തെ സാധനം എന്താണ് ഏതാണെന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞു സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ ആയിരിക്കും ഡയലോഗ്സ് തരുന്നതും. ആ ഒരു പിന്നെ ഒന്നും നമുക്കിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് എന്താ പറയുക, ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് ചെയ്യേണ്ട ഡയലോഗ്സ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇന്ന ഡയലോഗ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ഇപ്പം നോർമലി അവർ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം ഓക്കെ എന്നാൽ അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇത് തന്നെ തെറ്റാതെ ഇത് തന്നെ കാണാപ്പാടം പറയണം എന്നുള്ള രീതിയിലല്ലായിരുന്നു. സാധനമുണ്ട്, അതിനെ നമ്മൾ പറയണം, അത്രേ ഉള്ളൂ. അത് ദ വേ ഹൗ വി സേ എന്നുള്ളത് അതിനെ കറക്റ്റ് ആക്കും സാർ. ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ച ഒരു സാധനമാണ്, താങ്കളുടെ സീൻ മറ്റേ STD ബൂത്തിൽ പാട്ടിടുമ്പോ ആ STD കാരന്റെ അഭിനയം വരെ ഭയങ്കര അയാൾ തന്നെ കാണിക്കുന്നത് തന്നെ ഭയങ്കര നാച്ചുറൽ ആ ഒരു സാധനം. ഇതിനകത്ത് എല്ലാവരും നമുക്ക് അതിനകത്ത് ലൈവ്ലി ഫീൽ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു ലൈവ് ഫീൽ ഉണ്ടാവത്തില്ലേ, അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ എല്ലാവരും അതിനകത്ത് ലൈവ്ലി ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങളുടെയായിരുന്നു കൂടുതലും ഒരുമിച്ചുള്ള സീൻസ് വാസ് ഓൾവേസ് വിത്ത് ഹിം ഓൺലി. അപ്പോൾ കട്ട് പറയുമ്പോൾ തന്നെ വി ഗെറ്റ് ഇൻടു എ ഡിഫറെന്റ് ലൈക്ക് വിയർ ourselves and we can chill and talk. പക്ഷെ സാർ ആക്ഷൻ പറയുമ്പോൾ ഒരു ചെറിയൊരു ഓക്വർഡ്നെസ് വരുമ്പോൾ സാർ വന്നിട്ട് പറയും ജസ്റ്റ് ബി വാട്ട് യു ആർ ആൻഡ് ഡയലോഗ് പറയാം, ഇങ്ങനെ തന്നെ മതി, ഡോണ്ട് ഡു എനിത്തിങ് മച്ച്. സോ ദാറ്റ് വാസ് മച്ച് ഈസിയർ വെൻ സാർ വുഡ് കം ആൻഡ് ടെൽ us that. അതെ സാർ, ഫസ്റ്റ് ടേക്ക് പോകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിൽ? നമുക്ക് ഒരുമിച്ച് നമ്മളെല്ലാം ഒരുമിച്ചൊരു സാധനമായിരുന്നു ആദ്യത്തെ ദിവസം. അത് ആദ്യ ദിവസം ഇങ്ങനെ ഒറ്റയ്ക്കല്ല ഗ്രൂപ്പായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ചെയ്യും. അപ്പോഴും പക്ഷെ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. എന്നുവെച്ചാൽ ആദ്യത്തെ ദിവസം ആദ്യമായിട്ട് പൂജ കഴിഞ്ഞ് ആദ്യത്തെ ഷോട്ട് നമ്മളൊരു രണ്ടുപേരും ഇവിടെ ഇരിക്കണം, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരു സാധനം. അപ്പോൾ അതിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സാറ് തന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. സാർ തന്നെ വന്ന് പറയും പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്യണ പോലെ ചെയ്താൽ പറയണ പോലെ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ചെയ്യും, അതിനെ ഞാൻ വേണമെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ അത് മതിയെങ്കിൽ അതിനെ അങ്ങ് നമുക്ക് ചെയ്യാം, ചെയ്തു എന്നുള്ള രീതി. സാർ അങ്ങനെ തന്നെ. സാറ് മാത്രമല്ല, ആക്ച്വലി ക്യാമറമാൻ ആയാലും അൻസാർ ഷാ പുള്ളിയാണെങ്കിലും എല്ലാവരും ആക്ച്വലി അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പം അൻസാർ ഷാ ആണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അൻസാർക്കയും ഈ ഫോൺ ബൂത്തിലെ സീനിലും ഒരു സീനുണ്ട്, ഇങ്ങനെ ഫോൺ ബൂത്ത് ഇങ്ങനെ അപ്പോൾ ക്യാമറ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തോട്ട് വരും. അപ്പം
ഞാൻ ചെയ്യുന്നതിൽ അൻസാർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ടാണ്, എന്നെ കാണില്ല. എന്നിട്ട് തിരിച്ചിപ്പുറത്ത് വരുമ്പോഴാണ് മറ്റേ അതിൻ്റെ ഗ്ലാസ് ഡോർ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് വരുമ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇവിടെ എത്തുമ്പോൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, ക്യാമറ കാണാൻ പോകുന്നില്ല, നീ ക്യാമറ ഇവിടെ വരും. അപ്പം നിനക്കത് ക്യാമറ നോക്കാതെ തന്നെ മനസ്സിലാവും ക്യാമറ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ക്യാമറ എത്തുമ്പം നീ ആ ചെയ്യുന്ന സാധനം ചെയ്യും. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഓക്കെ ഇറ്റ് ഈസ് റീച്ചിങ് ദ ഓഡിയൻസ്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് വരുമ്പം നമുക്ക് അതിങ്ങനെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ഓർക്ക് അത് അങ്ങ് ചെയ്യും. അപ്പോൾ പുള്ളി പറയാം, ഓക്കെ ഇങ്ങനെ ആ ക്യാമറ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അപ്പം ക്യാമറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടിയാണല്ലോ അത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അങ്ങനെ ഓർത്ത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, അങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ള സീൻ ഏതാണ്? ഡാൻസിന്റെ തന്നെയാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ. ഡാൻസ് ആട്ടോ ഏറ്റവും കൂടുതൽ. അത് കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഗ്രൂപ്പ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഒരാൾ തെറ്റിച്ച വീണ്ടും ആദ്യം തൊട്ട് ചെയ്യണം. ആദ്യമായിട്ട് പഠിച്ചവന്മാരൊക്കെയായിരുന്നു തെറ്റിച്ചത്. അല്ല എല്ലാരും ശ്രീജിത്ത് മാഷ് നമ്മുടെ കൊറിയോഗ്രാഫർ, ഹിസ് പേഷ്യൻസ് വാസ് റിയലി ടെസ്റ്റഡ് ത്രൂ ദാറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര പേഷ്യൻസ് ആണ്. നിങ്ങൾ ഈ ഡാൻസ് റീടേക്ക് എടുക്കുന്ന തളരുമില്ലേ? അതാണ് ഷർട്ട് റീടേക്ക് ഒന്നും പോലും അല്ല. ഇപ്പം കറക്റ്റ് ആണെങ്കിൽ പോലും പല പല ആംഗിളിൽ നിന്ന് എടുക്കുക സെയിം സാധനം. അപ്പൊ വീണ്ടും ആ സെയിം സാധനം നമ്മൾ ചെയ്യണം, വീണ്ടും ആ സെയിം സീക്വൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂ. ഫ്രണ്ടിൽ നിന്ന് എടുക്കും ആ സാധനം ചെയ്യണം, ബാക്കിൽ നിന്ന് എടുക്കാനും ചെയ്യണം, സൈഡിൽ നിന്ന് എടുക്കാനും ചെയ്യണം. ചിലപ്പോൾ ആരെങ്കിലും ക്ലോസ് എടുക്കുമ്പോഴും ചെയ്യണം. അപ്പൊ അത് നല്ല നല്ല. ഇപ്പൊ ഫിലിമിൽ നമ്മള് ഇപ്പം റൊമാൻറ്റിക് രീതി ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചെന്ന് വെച്ചു, ഏത് ആംഗിൾ എടുത്താലും ഞാൻ അതേപോലെ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഒരാംഗിളിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ആയി പോകും. കണ്ടിന്യൂറ്റി ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്നിടയ്ക്ക് ടു തിങ്സ് തട്ടം പിടിക്കും, ഇത് അത്. പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് മേടി വന്നിട്ട് കണ്ടിന്യൂറ്റി തട്ടം പിടിക്കണം, ഇവിടെ പിടിച്ചു, ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ടു ആക്ട്. ആദ്യത്തെ ഷെഡ്യൂൾ 2019. അത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നു, വേറെ ലുക്ക് പിടിക്കാനൊക്കെ ആയിട്ട് ശരിക്കും പ്ലാൻഡ് ആയിരുന്നു. കോവിഡ് വന്നതല്ല. delayed it a little bit, but anyway we patched up. Also to summarize, I think in terms of experience with the crew and stuff like that, the bar is set so high. I don't think anything in the future will sort of match that. അങ്ങനത്തെ ഒരു ഫ്രീഡമും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റും ആയിരുന്നു from everybody for us. നിങ്ങൾ 2019 ഒരു ഷെഡ്യൂൾ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് അത്രയും ഡിഫറെന്റ് ലുക്ക് ഉണ്ടോ? ഇത് അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. കാരണം ലാസ്റ്റത്തെ ഡാൻസ് കാണിക്കുമ്പോൾ യു ക്യാൻ സീ എവരി വൺ ഇസ് മെച്ചുവർഡ്. കാരണം എല്ലാം കഴിഞ്ഞ് ദേ ആർ റീയൂണിയൻ പോലെയാണ് ലാസ്റ്റ് കാണിക്കുന്നത്. ലാസ്റ്റത്തെ ആ ഡാൻസ് പീസ് 2019 ഒരു പാട്ട് പീസ് ഷൂട്ട് ചെയ്തു, പിന്നെ 2022 എന്താണ് മറ്റേ ലാസ്റ്റത്തെ ചെറിയ പാച്ച് ഉണ്ട് ദുബായില്. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഈ ലുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പൊ ഈ 3 കൊല്ലം ലാസ്റ്റ് ചെയ്തതിൽ മറ്റേ ഹെയർ ഒന്നും അത്രയും വലിയ ഹെയർ ഒന്നും വേണമെന്നൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രിവാൻഡ്രം മറ്റേ ഇപ്പം സിറ്റി ബുക്ക് ആണെങ്കിൽ അത് മൊത്തം മാറ്റിയിട്ട് നിങ്ങൾ ആ ലൊക്കേഷനിൽ പോയിട്ട് അതോ നിങ്ങൾ വേറെ ഇടത്ത് ലൊക്കേഷൻ പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം, you should visit it now. It's still like it's stuck in the 80s. അതിന്റെ ഒരു ബ്യൂട്ടിയാണ്. I mean it's like a time capsule honestly. I think in terms of logistics it really worked out. ആർട്ടും അതൊക്കെ ചെറിയ ഡീറ്റെയിൽസ് ചെയ്തെങ്കിലും on a larger scale I think that place is still stuck in the 80s. ആ ഒരു ബ്യൂട്ടി ആൻഡ് ചാം അതിനിപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ മറ്റേ ആ ഡാൻസ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത അത് ഫുൾ ആയിട്ട് മാറി, പക്ഷേ ആ കോസ്റ്റൽ ഏരിയകളിലോട്ട് പോകുമ്പോൾ യു ക്യാൻ സ്റ്റിൽ സീ ദാറ്റ് ഇറ്റ്സ് സ്റ്റിൽ ലൈക്ക് ദാറ്റ്. പിന്നെ ആർട്ടിനകത്ത് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് മേടിച്ചില്ലേ? പണ്ടത്തെ ഗോൾഡ് സ്പോട്ട് എഴുത വെള്ളം ഇതിന് ശേഷം ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ ഇൻവോൾവ് ആണോ ഇപ്പം? ഞാനൊരു ഫിലിം ചെയ്തു, ലൈക്ക് ക്യാമിയോ ആയിരുന്നു, ഡൊമിനിക്. അത് OTT-ൽ വന്നിട്ട് വേണം കാണാൻ. പിന്നെ അതിനു മുമ്പ് ഇതൊരു ചെയ്തു, ഒരു ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു അത്. അതിനൊരു ഇന്റർനാഷണൽ അവാർഡ് ബെസ്റ്റ് ഓസ്കർ കിട്ടും. അത് ബെസ്റ്റ് ആക്ട്രസിന് ബെസ്റ്റ് ആക്ട്രസ് ഇന്റർനാഷണൽ അവാർഡ്.
നിങ്ങൾ മറ്റേ മീൻ കണ്ടിട്ടുണ്ടായി മറ്റേ സലീം കുമാർ ഇങ്ങനെ തിയേറ്ററിൽ ആ കേട്ടോ It is a feel. ഏത് സീൻ ഏറ്റവും കൂടുതൽ ഏത് തോന്നിയത്? സീൻ എന്നുള്ളതില്ല നമ്മുടെ ആ സിനിമ സലികുമാർ വരുമ്പോഴേ പുള്ളിയുടെ സീൻ കണ്ട് അഭിമാനിച്ചിരിക്കുന്ന ഉദയനാണ് താരത്തില് ഉദയനാണ് തരത്തില്ല നമ്മളെ സ്വന്തമായിട്ട് Yeah. കാണുമ്പോഴത്തേക്കുള്ള ഹാപ്പിനെസ്സും നിങ്ങൾ അഭിനയിച്ച sequences നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാനിത് എന്റെ കൈ നിട്ട് കളിച്ച അടിപൊളി സാധനം എന്ന് തോന്നിയത് ഏതാണ്? ഏത് സീൻ? വേദന കുറവുണ്ട്. ഏത് സീനാ ബ്രോ എന്നെ ഏറ്റവും കൂടുതൽ എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ഫേവറേറ്റ് സീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതന്നെ ഫേവറേറ്റ് സീൻ ആ വേദന റൊമാൻസ് Romance എനിക്ക് scene ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ romance എനിക്ക് scenes. അങ്ങനെയല്ല, എനിക്ക് ലൈക്ക് എപ്പോൾ എൻ്റെ ഡ്രീമാണ് ആ ഒരു വെള്ളിത്തിരയിൽ നമ്മുടെ ഫേസ് വരും. അത് എത്രയോ പേരുടെ ആഗ്രഹമാണ് അവിടെ ഒരു സെക്കൻഡ് ഒന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ ഫേസ് വരുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പറഞ്ഞു യെസ് ഐ മേഡ് ഇറ്റ്. ഞാനാണ് ഇല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ലൈക്ക് ഐ എം ഹാപ്പി. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് അവിടെ വരുന്നുണ്ട്. ഐ എം ഹാപ്പി. അല്ലാണ്ട് ഈ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നില്ല. സിനിമ ഫസ്റ്റ് ഷോ കണ്ടത് യാ പ്രീമിയർ വനിത വിനീത്. നമുക്ക് ആദ്യം PVR. പ്രിവ്യൂ ഉണ്ടായിരുന്നു. Preview ഉണ്ടായിരുന്നു. PVR, Forum Mall. ഫോറം മോൾ. അന്ന് അവിടെ എല്ലാ ആക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ സാറൊക്കെ വന്നത്. ഓക്കെ. ലിജോ സാറൊക്കെ, മേജർ രവി, ലിജോ സാർ. പിന്നെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. I don't know. ആ, preview മറ്റേ Yeah. കട്ടപ്പനയിലെ actor. പിന്നെ മറ്റേ കട്ടപ്പനയിലെ അമ്പാനാണ്. അമ്പാൻ വന്നു. അമ്പാൻ ഓക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അതൊക്കെ അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ആ ഒരു വലിയ- It's a hard work. എത്ര പ്രാവശ്യം കണ്ടു? പിന്നെ 12 പ്രാവശ്യം കണ്ടു. Seven, എത്ര? eight, 7, 8, eight 9, times. 9 Nine times, yeah. നമ്മൾ തിയേറ്റർ വിസിറ്റ്സിന് പോകുമ്പോൾ ചിലതിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ അപ്പോൾ ഫ്രണ്ടിൽ അല്ല അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് ഇത് ചെയ്ത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നാണ് Obviously. ഏത് പ്രാവശ്യം കഴിയുമ്പോൾ നമ്മൾ ചെയ്തൊക്കെ മോശമായിരുന്നു തോന്നുന്നു. Yeah. അതിപ്പോ എന്താണേലും ഇപ്പൊ നമ്മളിപ്പോ ഡാൻസ് ചെയ്തു, നമ്മൾ ആ ഡാൻസ് വീഡിയോ കാണുമ്പോൾ ഇല്ല അവിടെ ശരിയായില്ല, അടുത്ത പ്രാവശ്യം we'll patch it up. Do you not go back home after a show and think, damn, I should have cracked that joke? Yeah. Same feeling. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഷോ പൊട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ കാര്യത്തില് ഇൻസ്റ്റന്റ് റിസൾട്ടാ. സ്റ്റേജിൽ നിന്ന് പറയുന്നു വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിരി Acting കിട്ടും. is learning. ഓരോ പ്രാവശ്യം we are learning something. Acting is reacting. അങ്ങനെയല്ല നമുക്കിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നില്ല ഓക്കെ ഇത് ചിലപ്പോൾ പേഴ്സണലി നമുക്ക് തോന്നുന്നതായിരിക്കും, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ തോന്നുന്നതായിരിക്കും, പക്ഷെ വേറെ ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കും. അങ്ങനെ അതെ നമ്മള് ഒരു സ്ക്രീനിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണെങ്കിൽ നമ്മളെ വല്ലാണ്ട് ശ്രദ്ധിക്കും. പക്ഷെ ആ സീനിന്റെ ടോട്ടാലിറ്റിയില് അത് പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പുറത്ത് വെക്കുന്ന എന്റെ ഫ്രണ്ട് കൊള്ളാം, എന്നെ കാണാൻ കൊള്ളത്തില്ല, പക്ഷെ പുള്ളിക്കാരിക്ക് നേരെ തിരിച്ചായിരിക്കും തോന്നുക എന്നെ കാണാൻ കൊള്ളാം, എന്നെ കാണാൻ ഒന്നുകൂടെ എടുക്കാം. ഒബിയസ്ലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് വേവ്സ് ഒക്കെ ഉണ്ടല്ലോ. നേരത്തെ നീ പറഞ്ഞില്ലേ ഇൻസ്പയർഡ് അല്ലേ? പക്ഷെ അതിൽ എഴുതിയേക്കുന്നതിൽ മനസ്സിലായിട്ടില്ലല്ലോ, അതിൽ കോമൺസ് എഴുതിയിട്ടുണ്ട്. CEO അപ്പൊ ഈ മോളോടുള്ളത് ലോഗോ ആ ലോഗോ വിറ്റുന്നുണ്ട്. അത് മനസ്സിലായി, അത് അത് മനസ്സിലായി. അത് വന്നപ്പോഴേ മനസ്സിലായി. അത് അത്ര പെട്ടെന്നാക്കി. അല്ല ഞങ്ങൾക്ക് അധികം ഉള്ളത് മനസ്സിലായില്ലായിരുന്നു. നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ മൂവി എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട്? മൂവി ഇറങ്ങി ഇത്ര റിസപ്ഷൻ കിട്ടി, ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പേ പുച്ഛമുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് മാറ്റി ഇപ്പൊ പറയുന്നത് എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താണ് മാറിയിട്ടുള്ളത്? അയ്യോ എന്റെ സ്കൂളിൽ എന്നെ ബുള്ളിങ് എന്ന് പറഞ്ഞു. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര ടൈം എടുത്തിട്ട് ഈ സംഭവം ചെയ്യുമ്പോ ആൾക്കാർ ചില ഇറങ്ങൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അതെ ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇവനൊക്കെ ചോദിക്കാറുണ്ട് സ്ഥിരം. ഞാനൊക്കെ പ്രൊഡക്ഷനിൽ ചേട്ടനോട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലേ മറ്റേ കരഞ്ഞോണ്ടാണ് ചോദിക്കണത്. ചേട്ടാ, ഞങ്ങള് ഞാനും CP ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ആഫ്റ്റർ ദിസ്. അപ്പൊ CBI എന്നെ വിളിക്കും, എടാ ഹച്ചു എന്തെങ്കിലും വിവരം ഉണ്ടോ? ഞാൻ പറഞ്ഞു എടാ ഇല്ലടാ ഒന്നും ഇതുവരെ ആയിട്ടില്ല, ഞാൻ ഒന്ന് വിളിച്ചു വെക്കട്ടെ. എന്നിട്ട് സുമേശ്വരനെ വിളിക്കും. എപ്പോഴും എല്ലാവരും ക്യൂരിയസ് ആണ്, കാരണം ഒബ്വിയസ്ലി നമ്മളൊരു വർക്ക് ചെയ്ത് ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ചത്ത് കിടന്ന് ചെയ്തിട്ട് ഇത്രയും പേരുടെ ഹാർഡ് വർക്ക് അത് എപ്പോൾ ഇറങ്ങും അത് കാണാൻ എന്തായാലും ഒരു കൊതി കാണും. ഇത് എപ്പോഴായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ? അതിപ്പോ ഞാൻ the thing is ഇപ്പൊ എപ്പോഴാണ് ഇനിയിപ്പോ ഒരു 2 വർഷം കഴിഞ്ഞ് ഇറങ്ങിയാലും ഇറ്റ്സ് അക്സെപ്റ്റബിൾ. ഇപ്പൊ ഈ 18ാം നൂറ്റാണ്ട് അത്രയും നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്തെ പഴശ്ശിരാജാക്ക് ഇപ്പൊ ഇറങ്ങിയാലും നമ്മൾ ഇരുന്ന് കാണും രാമായണം മഹാഭാരതം. ഈ ഫിലിം ഡസൻ ഹാവ് എ ഏജ്. ഏത് ടൈം പീരീഡിന്റെ എപ്പോൾ ഇറങ്ങിയാലും നമ്മൾ ഒബ്വിയസ്ലി പോയിരുന്ന് കാണും. ഇറ്റ്സ് എ സ്റ്റോറി. അതുകൊണ്ട്
ഇപ്പം ടൈം പീരീഡ് നോക്കേണ്ട Futuristic or കാര്യം back in the past, I think ഇപ്പൊ it's ഞാൻ still ചോദിക്കട്ടെ, relevant. ഇനിയിപ്പം ഫ്യൂച്ചറിസ്റ്റിക് ഏലിയൻ്റെ വന്നാലും ഇപ്പൊ ഏലിയൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ഏലിയൻ ഉണ്ട്. അപ്പൊ നമ്മൾ ക്യൂരിയസ്, ഓക്കെ അന്ന് ഇപ്പൊ എന്തായിരിക്കും, അപ്പൊ നമ്മളിരുന്ന് കാണും. ഈ ഫിലിമിന് അങ്ങനെ ഒന്നുമില്ല. ഞാനിങ്ങനെ കരയുന്നു പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നു. പേടിച്ചു പോയി. അറിയാതെ ചോദിച്ചു പോയി. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ നല്ല നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇല്ല ഇത് ഞാൻ വിടൂല. നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒബ്വിയസ്ലി നല്ല എഡിറ്റ് ചെയ്ത് അത് പെട്ടെന്ന് കാണാനായിട്ട് ചേട്ടാ ഫോട്ടോ റെഡി ആയോ, ഫോട്ടോ റെഡി, നമ്മൾ വിളിച്ചോണ്ടിരിക്കത്തില്ല. അത് കാണാനുള്ളൊരു കൊതി, അത് തന്നെയായിരുന്നു ഈ ഫിലിമിന് ഇത്രയും പേർക്ക്. വേറെ ഒന്നുമില്ല. നമ്മള് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ചെയ്തത് കാരണം എപ്പോ ഇറങ്ങും എന്നുള്ളത് നമുക്ക് തോന്നുമല്ലോ. ഇത് എപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പം തലേ ദിവസം രാത്രി ഇറങ്ങി ഡേറ്റ് ഒക്കെ വന്ന് തലേ ദിവസം രാത്രി ഉറക്കമൊന്നും വരില്ല. എന്ന് വെച്ചാൽ ഇറങ്ങുകയാണെന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പം ഇറങ്ങുന്നതിന്റെ 29 രാത്രി ഞാനിങ്ങനെ കണ്ണു തുറന്ന് കിടക്കും. ഈശ്വര നോക്കിയപ്പോ 12 മണി, ഇനിയും കിടക്കുന്നു കുറച്ച് നേരം. 4 മണി 5 മണി ഒന്നും ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇവരെ കാണാനായിട്ട് എല്ലാവരും റീയൂണിയൻ ചെയ്യുമോ, എല്ലാവരെയും കാണാൻ പറ്റും. ഇപ്പൊ ഉറങ്ങുകയും എനിക്കറിയത്തില്ല, കഴിച്ചുമില്ല, അന്ന് മൊത്തം വെപ്രാളം വരുന്നു. After one point, I just stopped telling people സിനിമയിൽ അഭിനയിച്ചു. ഞാൻ അതാ ചോദിച്ചത്. അതായത് നമ്മളിത് ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു നടക്കുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും എനിക്ക് actually കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ ഇങ്ങോട്ട് എന്താ ഇറങ്ങാത്തത്, കുറെ നാളായല്ലോ ആൾക്കാർ ചോദിക്കും. മടിയില്ലാണ്ട് അവർ ചോദിക്കാറ്. എനിക്ക് ആക്ച്വലി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ഇത് കാരണം ഞാൻ ഈ മൂവിയിൽ അഭിനയിക്കുമ്പം എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഒബ്വിയസ്ലി മൂവിയിലായിരിക്കുമ്പോഴേ വരുന്നുണ്ട്, സിനിമാ നടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ഇറങ്ങുമോ ഈ അടുത്തെങ്ങനെ ഇറങ്ങുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അല്ല. അത് കഴിയുമ്പോൾ എനിക്ക് ലൈക്ക് ഫുള്ളി ഐ വാസ് കോൺഫിഡൻറ്റ്. ഞാൻ ഒന്നും മിണ്ടാൻ പോലെ ഇറങ്ങുമോ എന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ ഇറങ്ങി സെറ്റായി. ഇപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, ഹലോ ഞാൻ മൂവി കണ്ടു കേട്ടോ, നല്ല രസമുണ്ട്. അതെ, I used to bully you back in school. എനിക്ക് ഈ ബുള്ളിങ് ചെയ്തവരൊരു എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ബുള്ളിങ് ഇൻ ദ സെൻസ് എനിക്ക് ഹൈറ്റ് കാരണം എന്നെ കൂട്ടത്തിലായിരുന്നു. പിന്നെ സിനിമയിൽ അഭിനയിച്ചപ്പോ ഷീസ് ജാട കേട്ടോ, ഈ പുതിയ വരുന്നവരോടൊക്കെ പറയാം അവർക്ക് മിണ്ടരുത് ഇല്ല അങ്ങനെയൊന്നുമില്ല. എന്നോട് ജാട ആൻസർ ഒബ്വിയസ്ലി ആക്ഷൻ റിയാക്ഷൻ. കോട്ടയത്ത് ഇപ്പൊ ഞാൻ ആന്ത്രോപോളജി ഡിഗ്രി ഫൈനൽ ഇയർ. ഈ ആന്ത്രോപോളജി ഞാൻ കേട്ടേക്കണത് തോന്നി അതായിരിക്കും പറയാൻ വേണ്ടത്. വേറെ പുതിയതൊന്നും ഇല്ല പറയാൻ. അല്ല അതിലല്ലേ പറയാം. എല്ലാരും അതാ ഞാൻ ഈ കോഴ്സിന്റെ പേര് അന്നാണ് ആദ്യമായിട്ട് കേൾക്കണേ. എനിക്ക് ആന്ത്രോപോളജി പഠിക്കാൻ വേണ്ടി ഇവിടെ പോകണം. ആന്ത്രോപോളജിയിൽ എന്താ പഠിപ്പിക്കണേ? It's a human revolution about everything. പഴയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ട് റെവല്യൂട്ട് ആയെന്നുള്ളത്. Kind of like സാപ്പിയൻസ് വായിച്ചാൽ മതി. origin of humans and behaviors, etc. etc. ഓക്കെ. അപ്പം ഹർഷിത ആസ്പയറിംഗ്, നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യം ചോദിക്കാമല്ലോ. ആസ്പയറിംഗ് ആക്ട്രസ് ആണ്, കുറെ ഓഡിഷൻ കൊടുത്തോണ്ടിരിക്കുന്നതിന് നടുക്ക് മൂന്ന് വാക്കിൽ കേരള കഴിഞ്ഞ് നിൽക്കുകയാണ്. കേരള ഇപ്പോഴല്ലേ കഴിഞ്ഞു? അന്നും കുറച്ച് ഓഡിഷൻ. ആ ഒരു എപ്പോഴാണ് സിനിമയെ കയറണം എന്നുള്ളൊരു സാധനം വന്ന ഹർഷിതയ്ക്ക്? സിനിമയെ കയറണം എന്നുള്ളത് ആക്ച്വലി ഞാൻ ഒരു LKG UKG ആ ഒരു ടൈമിൽ പറഞ്ഞോട്ടെ LKG UKG പഠിക്കുന്ന ടൈമിൽ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, സൈലന്റ് റെയിൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അച്ഛനും അമ്മ ഒക്കെ ലൈക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതിനെനിക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടി. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പാഷനേറ്റ്, എന്റെ മനസ്സ് ഫുൾ ഉള്ള ഒരു സംഭവമാണ് ആക്ടിങ്. അപ്പൊ അതിന് കുഞ്ഞിനെ എനിക്ക് അറിയില്ല. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ വാസ് ഗ്രോയിങ് അപ്പ്, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ചെറിയ ആഡ്സ്, കുഞ്ഞു ആഡ്സ് ഒക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ആയിട്ട് പോകത്തില്ലേ, അങ്ങനെയൊക്കെ പോയി. പിന്നെ ചെറുതായിട്ട് മോഡലിങ്ങിൽ കയറി ആ പ്രായത്തിൽ ഈ കിഡ്സ് വെയറിന്റെ ഒക്കെ. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് സ്റ്റഡീസ് വന്നു. ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, തീരുമാനിച്ചൊന്നുമില്ല ഇതിന് പോകണം. പക്ഷെ ഫസ്റ്റ് ഫിലിം പരോളാണ്. അപ്പം ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കയുടെ കൂടെ. അപ്പം അത് കണ്ടപ്പോൾ ഐ എം ലൈക്ക് യെസ് ദിസ് ഇസ് മൈൻ, ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഐ എം റിയലി പാഷനേറ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയക്കാൻ തുടങ്ങി, ഓഡീഷൻസിന് അയക്കാൻ തുടങ്ങി. റിജക്ഷൻ ഹൈറ്റ് കാരണം മൊത്തം റിജക്റ്റ് ആയി. അല്ല ആക്ച്വലി ഹൈറ്റ് ഇസ് എ ഇഷ്യൂ. കാരണം പോകുമ്പോൾ ഓഡീഷൻസിൽ മോഡൽ അതാണ് ഞാൻ പറയാൻ വന്നത് ആക്ച്വലി
അതല്ല ഇപ്പം ബോളിവുഡ് ഹോളിവുഡ് അവരൊക്കെ പ്രിയങ്ക ചോപ്ര അവർക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്, ദീപിക പദുക്കോൺ. ഇപ്പം മലയാളി പ്രശ്നമല്ല, ചിലപ്പം ആ ഡയറക്ടറിന് ചിലപ്പോൾ ഇത്രയും ഹൈറ്റ് വേണ്ടായിരിക്കും ആ കാസ്റ്റിങ്ങിന്. ഇപ്പോൾ പോകുന്ന ഓഡീഷൻസിന് അവരുടെ ആക്ടിങ് ഇഷ്ടപ്പെടുന്നുണ്ട്, നാച്ചുറലായിട്ട് അഭിനയിക്കുന്നുണ്ട്, എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷേ ഹൈറ്റ് ഒരു പ്രശ്നമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. ഓക്കെ, എൻ്റെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലല്ല 8ാം ക്ലാസ്സിലല്ല, അതൊക്കെ കഴിഞ്ഞിട്ട്. അതിപ്പോൾ ഞാൻ മൂൺ വോക്ക് ചെയ്തില്ലേ, പരോള് ചെയ്തു, അത് കഴിഞ്ഞാണല്ലോ ഹൈറ്റ് കൂടാൻ തുടങ്ങിയത്. ഞാൻ എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ ബോഡി ടൈപ്പ്. അപ്പോൾ ഹൈറ്റ് കൂടി അത് കഴിഞ്ഞ് ഓഡീഷൻസിന് അയച്ചു, നോ രക്ഷ, എന്നെ എല്ലായിടത്തുനിന്നും റിജക്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അമ്മേ ഞാൻ നിർത്തുക, എനിക്കിനി വയ്യ. ഞാൻ കാസ്റ്റിംഗ് കോളിനൊക്കെ അയക്കുമ്പോൾ നല്ല ആക്ടിങ് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പറ്റൂല. അല്ല, എന്നിട്ട് അപ്പോഴാണ് അമ്മ എനിക്കൊരു ഐഡിയ തന്നത്, മോഡലിങ്ങിന് പോകും. മോഡലിങ്ങിന് ഹൈറ്റ് നല്ലതാണ്. അപ്പം റാമ്പ് വാക്ക്, ഫാഷൻ വാക്കിനൊക്കെ ഹൈറ്റ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇപ്പം എൻ്റെ ഈ ഹൈറ്റ് വെച്ചിട്ട് മിസ് കേരളയ്ക്ക് ഞാൻ 6 ഇഞ്ച് ഹീലും കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ മീ. അപ്പം അങ്ങനെ ഞാൻ മോഡലിങ്ങിലോട്ട് പോയി. മോഡലിങ്ങിന് പോയി പ്രൊഫൈൽ ചെയ്യാൻ തുടങ്ങി, ആൾക്കാരിലേക്ക് കൂടുതൽ എൻ്റെ എത്താൻ തുടങ്ങി. ഇപ്പം ഈ ഫാഷൻ ഷോയ്ക്കൊക്കെ പോകുമ്പം ഒബ്വിയസ്ലി അവിടെ ഡയറക്ടേഴ്സ് വരും, ഫിലിം ആൾക്കാർ വരും, അങ്ങനെ കോണ്ടാക്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഐ എം ഗെറ്റിംഗ് ചാൻസസ്. സ്റ്റിൽ ഞാൻ ഓഡീഷൻസിന് അയക്കുന്നുണ്ട്. സപ്പോർട്ടീവ്. ഞാൻ നോക്കും, ഓഫ്കോഴ്സ് ഞാൻ നോക്കും. നല്ല സ്റ്റോറീസ് കിട്ടിയാൽ നോക്കും. ആക്ച്വലി എനിക്കൊരു സ്റ്റോറി ഉണ്ട്. എൻ്റെ അമ്മ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എൻ്റെ അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്. സോ അമ്മ ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് എ സ്ക്രിപ്റ്റ് റൈറ്റ് നൗ, ഒരു ഓൺ ആയിട്ടുണ്ട്. അപ്പം എനിക്കൊരു സ്റ്റോറി ഉണ്ട്, എനിക്കത് ചെയ്യണം എന്നൊക്കെ കുറേ പ്ലാനിങ് നടക്കുന്നുണ്ട്. സോ വൺ ഡേ ഐ വിൽ. വർക്ക് ഇതിനു മുമ്പ് സിനിമയായിട്ടുണ്ടോ? സിനിമ ഏതാ? അമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. അമ്മ ആക്ച്വലി എപ്പോഴാണ് 2019 ഒരു സ്ക്രിപ്റ്റ് ചെയ്തത്. കുറെ ഡയറക്ടേഴ്സിനൊക്കെ കാണിച്ചു. ബിഗ് ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് പറ്റില്ല. ഇയാൾക്ക് പറ്റുന്നൊരു ഇപ്പോൾ ഉള്ള നമ്മുടെ മലയാളം ആക്ടേഴ്സിൽ ലീഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആർക്കായിരിക്കും പേര്? അടിപൊളി. കോ ആർട്ടിസ്റ്റിന് എന്റെ ഹൈറ്റ് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ, കോൺഫിഡൻസ് ആണല്ലോ, പറയാൻ പറ്റത്തില്ല. എനിത്തിങ് ക്യാൻ ഗെറ്റ് വൈറൽ. നമുക്ക് റീൽ ആയിട്ട് ഇട്ടിട്ട് നോക്കാം. എങ്ങനെയാണ് ആക്ടിങ് പ്രൊഡക്ഷനിലോട്ട് വന്നു, ആഡ് തുടങ്ങി, ബാംഗ്ലൂരിലാണ് വളർന്നത്. ഓക്കെ, എന്നിട്ട് കൊച്ചിയിലോട്ട്. ആക്ച്വലി ഫസ്റ്റ് ടൈം ഐ കെയിം ടു കൊച്ചി, ബിഗ് ബി പടമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണ്. ബിഗ് ബി ചോട്ടാ മുംബൈ പടമൊക്കെ കണ്ടാണ് വന്നത്. കൊച്ചി കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ കുറച്ചുകൂടെ. ഇവിടെ പിന്നെ ആക്ടിങ്ങിന് ബോംബെയിൽ ഓഡീഷൻ ഇവിടെ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. I still manage the VI office in Bangalore. Since I'm based in Bangalore and they were looking at expanding, I still manage the office in Bangalore. പിന്നെ ഇവിടെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇവിടെ വരാറുണ്ട്. So I come in and out of Kochi. ബ്രോയിന്റെ പാഷൻ ഫിലിം മേക്കിംഗ് ആണോ, ആക്ടിംഗ് ആണോ? Many things, but now, well, I want to hit international. I don't want to go to Hollywood. അതിനാണ് ഈ ആക്സന്റ് പഠിച്ചത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറഞ്ഞാല് അമേരിക്കയിലാണ്. അല്ല, ഒരു ലിംഗ്വ ഫോൺ എന്ന് പറഞ്ഞൊരു പെട്ടിയുണ്ട്. എൻ്റെ അച്ഛൻ ഒരു ജർമ്മൻ കമ്പനിക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരന് ഒരു ലെതർ സൂട്ട് കേസ് പോലത്തെ ഒരു സാധനം കിട്ടും. ഹാഡ് ലൈക്ക് ലോട്ട് ബുക്സ് ആൻഡ് ലൈക്ക് കാസറ്റ്സ്. അപ്പോൾ കാസറ്റ്സ് ഇട്ടിട്ട് you listen to the conversations going on, you can read from the book. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്താണ്. പ്ലസ് listening to music. So it's like an amalgamation of everything. It's not really American or British or anything. Or very neutral accent ആണ്. But when people hear it, they're like, what's going on with the accent? Drop it right now. I'm like, this is just how I usually speak. ആ ലെതർ പെട്ടി കണ്ടു. എന്താ വേണോ? അപ്പോൾ ബ്രോ ഹോളിവുഡിലോട്ട് Eventually I would like to end up in Hollywood. Oscar. My dream. I share a birthday with Al Pacino, so he's a very inspirational character for me. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ആൽ പച്ചിനോ? Matthew McConaughey and Al Pacino. Yeah, you do. Alright. Okay. അപ്പോൾ ബ്രോ ആക്ടിംഗ് ആണ് മേജർ Production. I want to run a successful business, scale it up. But yeah, everyone has. Man's got big dreams. എനിക്ക് ഡയറക്ടർ ആവണമെന്നുണ്ട്, ആക്ടർ ആവണമെന്നുണ്ട്, മോഡൽ ആവണമെന്നുണ്ട്, ഇന്റർനാഷണൽ മോഡൽ ആവണമെന്നുണ്ട്, ഓസ്കാർ വേണമെന്നുണ്ട്. Video. Oh yeah. 90s
വേറെ ബാക്ക്ഗ്രൗണ്ട്? മുംബൈയിൽ കൊച്ചിയിലോട്ട് വരാനുള്ള കാരണം എന്താണ്? Yeah, so ബിഗ് ബി കണ്ടിട്ടാണ്. സീരിയസ്ലി I- Oh my god. I thought all of Kochi was like Fort Kochi. Okay, I okay. was like, damn. ഒരു പ്രാവശ്യം കൊടയെ കൊണ്ട് Gangsters. Oh my god. Okay. I actually come from a family you have to become a doctor or an engineer. അപ്പോൾ ഞാൻ PC തോമസിന്റെ അടുത്ത് പോയി I go through that journey. അവിടെ traumatized ആയി, medical വിട്ടു, engineering കയറി. അതൊക്കെ കഴിഞ്ഞ് once I started working is when my family was like, okay, now you can try in what you want to do and all that. അങ്ങനെ മിസ് കേരളയിൽ ഒന്ന് അയച്ചു നോക്കിയപ്പോൾ I got selected. Participate ചെയ്ത് finalist ആയി. അവിടെ തൊട്ട് is where I started getting offers like ads and all of these കുറേ TV series and all of these things ചെയ്തിട്ടുണ്ട്. അപ്പോൾ okay നോക്കാം, മൂവീസും കൂടി അയച്ച് നോക്കാം ഓർത്ത് I started sending out my profile for casting calls as well. And എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് റാമ്പ് വാക്കിംഗിലായിരുന്നു, like college and all. Yeah. Really? I used to be the event head and I used to organize things and it was good. പിന്നെ I understood that not working out for me because എൻ്റെ height കുറവാണ്. Now criteria are different. Yeah, no, I'm not interested. Really? കുറെ നടന്ന് That- സിലബസ് Now it's moved to acting. Yeah. Okay, So, okay. അങ്ങനെ right now, like I said, I'm working corporate as well. അതിൻ്റെ കൂടെ let's see where this takes me. Okay. Yeah. Bro, ഇത് So, എനിക്ക് ആക്ച്വലി മെയിനായിട്ട് ഞാൻ ഈ ആക്ടിങ്ങിലേക്ക് വന്നതും ഇൻട്രസ്റ്റഡ് ആയിരുന്നതൊക്കെ കോളേജ് ടൈമിലാണ്. കോളേജ് കയറിയാണ്. പക്ഷെ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. കുഞ്ഞിലെന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞല്ല, ഞാനിങ്ങനെ LKG അങ്ങനെയല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കുറെ ഹിന്ദി ഫിലിംസ് കാണും. ഞാൻ ഭയങ്കര ഹാർഡ് കോർ ഷാറൂഖ് ഖാൻ ഫാനാണ്, ഭയങ്കര ഫാനാണ്. അപ്പം ഋതിക് റോഷൻ എന്നല്ലടാ പറഞ്ഞ മറ്റേ ഇന്റർവ്യൂവില്. അത് ഡാൻസ് ചോദിച്ചുകൊണ്ടാണ് Yeah, okay, പറഞ്ഞത്. fine. ബേസിക്കലി ലൈക്ക് ഭയങ്കര ഹാർഡ് കോർ ഷാറൂഖ് ഖാൻ ഫാനായിരുന്നു. അപ്പം കുഞ്ഞിലെ തൊട്ടേ ഈ ഷാറൂഖ് ഖാനും ഋത്തിക് റോഷനും ആണല്ലോ മോസ്റ്റ്ലി ആ സമയത്തൊക്കെ. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിലും ഫിലിംസ് ഇറങ്ങുന്നത് മോസ്റ്റ്ലി അവരുടെ ഫിലിംസ് ആണല്ലോ. അപ്പം അവർ രണ്ടുപേരും ഇഷ്ടമാണെങ്കിൽ ഷാറൂഖ് ഖാനാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു ഇത് കണ്ട് ഭയങ്കര അങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയത്. അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയത്. പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് തുടങ്ങിയപ്പോൾ എനിക്കും ആ ഒരു ഇൻട്രസ്റ്റ് ആയി. എനിക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം, കിട്ടുമെന്നൊന്നും വിചാരിച്ചൊന്നുമില്ല, പക്ഷെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓഡിഷൻസ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഓഡിഷൻ കൊടുത്തത് കിട്ടിയതാണ് 18ാം പടി. ട്രിവാൻഡ്രം ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ആ അതെ അതെ ആണ് അത്. ട്രിവാൻഡ്രത്തിന്റെ ഗുണമുണ്ട്. അതെ ട്രിവാൻഡ്രത്തിന്റെ ഗുണമുണ്ട് ഇതിനും. 18ാം പടി. പിന്നെ അതിനുശേഷമാണ് ഈ മൂൺ വാക്കിൽ വന്നത്. അപ്പോൾ ബേസിക്കലി അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ആക്ടിങ് തന്നെയാണ്. അതെ അതെ ആക്ടിങ് തന്നെ. ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. അത് വർക്ക് ഫ്രം ഹോം റിമോട്ടായിട്ട്. അത് പക്ഷേ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും സർവൈവ് ചെയ്യണമല്ലോ, അപ്പോൾ അങ്ങനെ വർക്കിന് കയറിയതാണ്. അല്ല അത് വർക്ക് ഫ്രം ഹോം ആണ്. ബ്രോ താമസിക്കുന്ന ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ താമസിക്കുന്നത്. നിങ്ങൾ ഈ ആക്ടിങ് വേറെ തിയേറ്റർ അങ്ങനെ നിങ്ങളെല്ലാവരും ആക്ടേഴ്സ് ആണല്ലോ. തിയേറ്റർ ഡ്രാമ Workshops പോകാറുണ്ട്, theatre workshops. പിന്നെ ഓഡിഷൻസ് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആക്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനം, അതായത് ഒരു ആസ്പയറിംഗ് ആക്ടറിന് ഒരു ഒബ്സർവേഷൻ. അപ്പൊ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? Observation. Okay, for me, ഇവിടെ ഇരുന്ന് നിന്നെ കുറെ observe ചെയ്തിട്ടുണ്ട് ഞാൻ. നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. Not that I. Okay, so observation mainly ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇപ്പം എന്ത് ക്യാരക്ടറും നമുക്ക് ചെയ്യാം. ഏത് ക്യാരക്ടർ ചെയ്യണേലും ഇപ്പം ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബെഗർ, ഒരു പിച്ചക്കാരൻ, മൂൺ വാക്കിന്റെ ക്യാരക്ടർ ഓഫ് കോഴ്സ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയപ്പം ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ഇറ്റ്സ് എ മുസ്ലിം ക്യാരക്ടർ. മൈ നെയിം ഇസ് ഷെഹന. അപ്പം മുസ്ലിം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഐ ഹാവ് സീൻ, എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവർ. അപ്പം അവർ ഈ ഇടയ്ക്കൊക്കെ തട്ടം അഡ്ജസ്റ്റ് ചെയ്യുക, തട്ടം ഓക്കെ ആണോ നോക്കുക. പിന്നെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഊരി പോകുമ്പോൾ ഇങ്ങനെ കവർ ചെയ്യുക. പിന്നെ അവരുടെ കുറേ ആക്ഷൻസ് ഉണ്ട്, മാനറിസംസ്. ആ ഒരു നാണം, ചിലപ്പോൾ ഇത് പോകുമ്പോൾ ആരും ഇതിൽ ചേട്ടന്മാർ ഇഷ്ടമുള്ള നോക്കുമ്പോൾ നോക്കുന്നുണ്ട് ഈ ഒരു സാധനം. അപ്പം ഐ ഹാവ് സീൻ ദം ഡൂയിങ് ഇറ്റ്. അവരത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു തട്ടം കിട്ടി. അപ്പോൾ ആ തട്ടം എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ അവരുടെ ആ ഒരു ഒബ്സർവ് ഞാൻ ചെയ്തത് ഐ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദിസ്.
അപ്പം എനിക്ക് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒബ്വിയസ്ലി ഞാൻ ആക്ടർ ഷുഡ് ഒബ്സർവ്. ഒരു ഡ്രീം റോൾ എന്തായിരിക്കും ഇതുവരെ കണ്ടിട്ടുള്ള ഒരു റോൾ കണ്ടത് ഈ റോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് കൂടുതൽ ലൈക്ക് പവർഫുൾ ക്യാരക്ടേഴ്സ്, വൺ വുമൺ സംഭവങ്ങളൊക്കെ ഇല്ലേ. അതാണ് ഒരു എക്സാമ്പിൾ. ഉദാഹരണം ഇപ്പം എനിക്ക് ഹോളിവുഡ് പോവാണെങ്കിൽ ഹോളിവുഡിൽ പോവാണില്ല നമ്മുടെ Cartel head. ഈ അവഞ്ചേഴ്സിനകത്തെ വാണ്ട അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ ആ ഒരു പവർഫുൾ അങ്ങനെ മാത്രമല്ല അങ്ങനെ മാത്രമല്ല എനിക്ക് നെഗറ്റീവ് റോൾസ് ഇഷ്ടമാണ്. എങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്താണെങ്കിലും റോൾ മോഡൽ ഉർവശി ശോഭന. കാരണം ദേ ആർ ആക്ടിങ് ഇസ് റിയലി അല്ലല്ല ഫ്രം ഹിയർ. നമ്മൾ ഇവിടെയാണല്ലോ നമ്മൾ ആദ്യം കണ്ടത്, മലയാളത്തിലാണല്ലോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അപ്പം അവരാണ്. പിന്നെ മെയിലാണെങ്കിൽ തിലകൻ സർ, മമ്മൂക്ക, മോഹൻലാൽ. അല്ല ബേസിക്കലി ഇല്ല, ഷോർട്ട് ഫിലിംസ് ഒന്നും ഇനി ചെയ്തില്ല. എന്റെ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയരുത്. ഇനി എന്റെ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയരുത്. ഇല്ല കൊടുത്തോ. അങ്ങനെ ഹർഷിത പറഞ്ഞ പോലെ ഒബ്സർവേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു പോയിന്റ് എങ്കിലും പഠിക്കാൻ, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുമല്ലോ, ചെറിയ മാനറിസംസ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ചില ഒബ്സർവേഷൻസ് തന്നെയാണ് മെയിൻ ആയിട്ട്. പിന്നെ എനിക്ക് എങ്ങനെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ചെയ്തതിൽ കൂടുതൽ ഇപ്പം ഞാൻ പറയാം, എനിക്ക് റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സീൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ബിക്കോസ് ഷാറുഖ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി. അല്ല കാര്യം നമ്മളെ ഷൂട്ടിന്റെ സമയത്തും ജേക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറില്ല, അവനും കൂടുതലും ഉണ്ടാവും. എൻ്റെ സീന റഷീദിന്റെ ആ സീനിലൊക്കെ കൂടുതൽ അവനും ഉണ്ടാവും. എൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, എടാ ചെയ്തത് ഓക്കെ അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ SRK തന്നെയാണ്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബേസിക്കലി എനിക്ക് അപ്പൊ അല്ല, എൻ്റെ മനസ്സിലും എനിക്ക് മറ്റേ കൂടുതൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ആ അങ്ങനത്തെ കുറെ ഫിലിംസ് ഒക്കെ കണ്ട് ആ ഒരു ഇതാണ്. അപ്പം അത് കാരണം എനിക്ക് അങ്ങനത്തതും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യാൻ. Well, I think the crux of it is obviously observation, but I think attention to detail. It's in the small things that you do. I think that's what really adds authenticity to the character, and plus you really have to live in the shoes of that character. Look at everything from that point of view. You have to leave yourself behind. You have to intake the character. I think that's the only way. നമ്മൾ അവരായിട്ട് Heath Ledger did it the best, I think. Joker was it. Jack Nicholson. ബേസിക്കലി ഐ ഫീൽ ലൈക്ക് പറഞ്ഞ പോലെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ചെയ്യാതെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ആ സിറ്റുവേഷൻ Live that character, live that moment. I think that's the only way you can bring it to life. ഇല്ല ശരിക്കും ഇത്രയും ചോദിച്ചത് ദീപക് ഒരു ആസ്പയറിംഗ് ആക്ടറാണ്. ഇതുപോലെ അടുത്ത വർക്ക്ഷോപ്പിന് പോകുമ്പോൾ ചിലപ്പോൾ സൈഡിൽ ആശാന ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. And one really important thing is you really need to relax your face. You can't be tense. Because most people വളരെ tense ആക്കി വെക്കും, camera. I think the best thing is to always relax. അത് ആക്ച്വലി നമുക്ക് കാം ആവാൻ പറ്റും. നമ്മൾ ആ ഒരു എന്തായാലും നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടും. ആ സ്ക്രിപ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വായിക്കുക, നമ്മുടെ ക്യാരക്ടറുമായിട്ട് ഒന്ന് കണക്ട് ആവുക. ഇൻടേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ. And always before you start rolling, close your eyes, just take 2 deep breaths and forget about everybody else in the room. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുവേ, പക്ഷെ ഇപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ വിചാരം ഓക്കെ ഈ ഒരു റൂമിൽ ഈ 2 പേരും അല്ല, ബെഡിന്റെ അടിയിൽ ഒരാൾ ഇത് പിടിച്ചിട്ടുണ്ടായിരിക്കും, തൂണിന്റെ ഇപ്പുറത്ത് ഒരാളുണ്ടായിരിക്കും. നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഒരു റൊമാൻറ്റിക് സീൻ എടുക്കുന്നു, ഓക്കെ ഒരു കപ്പിൾസ് ആർ കിസ്സിങ്, നമ്മൾ ഓക്കെ അവര് മാത്രമേ ഉള്ളൂ, ക്യാമറ വെച്ചിട്ട് അങ്ങ് പോയി. നോ, ടു ബി ഓണസ്റ്റ് ഇപ്പൊ സാധാരണക്കാർക്ക് ഈ ഫിലിം എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഫിലിം അറിയാം, പക്ഷെ ഇതിന് ടെക്നിക്കൽ സൈഡ് അറിയാത്ത ഇഷ്ടംപോലെ പേര് ഇപ്പോഴും ഉണ്ട്. അവരുടെ വിചാരം ഓക്കെ ഇതൊക്കെ റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പൊ എന്റെ അമ്മൂമ്മ ആദ്യം കണ്ടോണ്ടിരുന്നപ്പോൾ ഈ അടിയൊക്കെ നടക്കുമ്പോൾ എന്റെ ദൈവമേ ആ ചെറുക്കനെ എടുത്തിട്ട് അടിക്കുന്ന കണ്ടു. ഞാൻ പറയാം അമ്മൂമ്മ കൈ ഇങ്ങനെ പോകുന്നുള്ളൂ, അമ്മൂമ്മ വിശ്വസിക്കത്തില്ല. അമ്മൂമ്മ എനിക്ക് ഒന്നും കാണാൻ വയ്യ, അയ്യോ എന്റെ ദൈവമേ എഴുന്നേറ്റ് പോകും. അപ്പൊ ദേ ആർ ലൈക്ക് ഇൻടേക്കിംഗ് ഇറ്റ്, അതേപോലെ അവരങ്ങനെ എടുക്കുക. ഇതിന്റെ അകത്ത് ബെഡിന്റെ അടിയിൽ ക്യാമറാമാൻ ഉണ്ട്, ഇപ്പുറത്തെ ആളുണ്ട്, ഇപ്പുറത്തെ സൗണ്ടിന്റെ ആളുണ്ട്, ലൈറ്റ് ഉണ്ട്, ഇതൊന്നും ആരും അറിയുന്നില്ല. അവര് കാണുമ്പോൾ ഇരുന്നങ്ങ് കാണും. ഒത്തിരി കാര്യങ്ങളുണ്ട്. I agree to Sandy.
ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി you're supposed to live that situation. Observations കുറേ ഉണ്ട്, you can pick things up from several people you meet and mannerisms and everything. But director explain ചെയ്യുമ്പോൾ to understand that this is what you are. You're not Nenita anymore, you're either Zina or whatever character you're playing and living that particular situation. ഇപ്പൊ ആ 80s ലെ കാലത്ത് I have to be all നാണം കാണിച്ച് hello and all. Yeah. You just like kind of live that Character. character. is what I ഇനി ജോൺസ് പറയും. If you also notice in the film, like tiny attention details, ഇവർക്ക് ഫോൺ വരുമ്പോൾ ആ റിസീവറിന്റെ അവിടെ that dial pad is actually locked. You know, it's not like we have our smartphones. So we have to leave our phones back in our room. Roomലൊക്കെ ഫോണൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ സെറ്റിലേക്ക് വരാനുള്ളത് to live that character. And we used to all refer to each other in character names, not by real names. Yeah. You know, we used to call each other from our ഷഹന character എന്നെ names. ഷഹന വിളിച്ചോണ്ടിരുന്നത് So ജയിക്ക് they എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും they would അങ്ങനെ believe that you have to truly, you are now this person. And this is how സ്റ്റിൽ you do it. നൗ സാൻഡി നടക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കും Yeah, even I call it. യാ അതിന്റെ ശരിക്കുള്ള പേര് അറിയാത്തോണ്ടാ. ഞാൻ എന്തിനാ ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞു? അല്ല, ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട് ആക്ടിങ്. Act Lab. നമ്മൾ അവിടുന്ന് ഓഡിഷൻ ചെയ്യുന്ന കുറച്ച് ഞാൻ 2014 അവിടെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് സമയത്തുള്ളതാ. ഞാൻ കുറെ പഴയതാ. അങ്ങനെയൊന്നുമില്ല ഓൾഡ് ഇസ് ഗോൾഡ് നമുക്ക് ഫൈനലി എനിക്ക് ഭയങ്കര വർക്കായ ഒരു പടമാണ് മൂന്ന് നോക്ക്. എനിക്ക്. ജോൺ ഇന്ന് ഞങ്ങൾക്കും. ഞാൻ തൃശ്ശൂര് ഞാൻ കണ്ടില്ല ഇത് കാണണം. പറ്റില്ല. എൻ്റെ ആശ കാണാൻ ഇന്റർവ്യൂ ടെക്നിക്കൽ ചോദ്യങ്ങൾ ചോദിച്ചില്ല. എനിക്ക് എസ്പെഷ്യലി ട്രിവാൻഡ്രംകാരനാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണേണ്ട ഒരു പടമാണ്. കാരണം നമ്മൾ ശരിക്കും 90s ട്രിവാൻഡ്രം അവർ നല്ല രീതിയിൽ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല എവിടെ എല്ലാവർക്കും ഞാൻ കുമാരൻ ഞാൻ മെട്രോഡ് ഭയങ്കര ഓതന്റിക്. പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി ഒരു സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റ് ലെവല് വൈബ് വന്ന അണ്ടർഡോഗ്സ്. അതെ, പിന്നെ ഒരു പിള്ളേര് വൈബ് ഗ്യാങ്, പക്ഷെ ഞെരുപ്പ്. വൈബ് നല്ല എൻജോയ് ചെയ്യേണ്ട വൈബാണ്. പിന്നെ എനിക്കത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ്. കാരണം മ്യൂസിക്കും ടെക്നിക്കലി ഭയങ്കര അടിപൊളി പടമാണ്. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളും പറയൂ എന്തുകൊണ്ടാണ് മൂഡ് വാക്ക്? I think more than to add to that, I think the film indirectly addresses a lot of things like, you know, political oppression, marginalized communities, and also a little struggle of an underdog who don't have access to resources, who are not really financially well off. So അങ്ങനത്തെ ഒരുപാട് tangents ഉണ്ട് ഈ പടത്തിൽ. Also friendship. How art can unify. Absolutely. Yeah. ആക്ച്വലി ന്യൂ ഫേസസ് ആണ്, സ്റ്റോറി കാണില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് തള്ളിക്കളയില്ല. ഇത് പോയി ആക്ച്വലി കയറി കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങോട്ട് കയറാനുള്ള ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. കയറി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ദൈവമേ ഇത് കണ്ടത് നന്നായി, കരച്ചിലായി, ഏതായി, അവർക്ക് പറയാൻ വാക്കുകളില്ല. അപ്പൊ പോയി കണ്ടു നോക്കിയിട്ട് പറയും. ഇത് ചിലര് എടേ ന്യൂ ഫേസസ് ആടെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ലിജോ ജോസ് പല്ലശ്ശേരി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ബാനർ ഇത് ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ ദർ ഈസ് എ തിങ് ഇൻ ദിസ്. ചുമ്മാ പുള്ളി അങ്ങനെ എടുക്കത്തില്ല. പിന്നെ വിനോദേട്ടനും പുലിയാണ് ഇതേപോലെ പറഞ്ഞ പോലെ കുറെ ആഡ് ഫിലിംസ്, കുറെ പോപ്പുലർ ബ്രാൻഡ്സിന്റെ നമുക്കറിയാവുന്ന കുറെ അടിപൊളി ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസും സാധനം അതിന്റെ ഒരു ഫ്രെയിം, പ്രത്യേകിച്ചും അതിനകത്ത് ഒരു ഫേവറേറ്റ് ഫ്രെയിം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, മറ്റേ അനുനാഥിന്റെ ഒരു സ്കൂട്ടർ ഫ്രെയിം. ഓരോ ഫ്രെയിം ഒക്കെ വെച്ചേക്കുന്ന കാണുന്ന അവസാനത്തെ 15 മിനിറ്റ് തന്നെ ഒരു ഭയങ്കര ഒരു നല്ലൊരു, പ്രത്യേകിച്ച് ആ ഡയലോഗ്സും ആ ഒരു മൊത്തത്തിൽ ആ മൂഡും ഡയലോഗ്സും ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും ഹിസ് ആക്ടിങ്, സിബി ജാക്സൺ. പുള്ളിയുടെ ഫസ്റ്റ് മൂവി അല്ലേ അത്? സിബിയുടെ അല്ല, അതിൽ ജസ്റ്റ് ഒരു ക്യാമിയോ. മൈക്കിൾ ജാക്സൺ ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ആയി പോയല്ലേ? അല്ല, ആക്ച്വലി പുള്ളി മൈക്കിൾ ജാക്സൺ ആയിട്ടാണ് ജീവിക്കുന്നത്. He likes that. In other interviews they say he sleeps like this. അതല്ല, അവൻ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ഭാഗത്തിന് വേണ്ടി ഒത്തിരി പ്രാക്ടീസ് ചെയ്ത്, റൂം അടച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടു. എല്ലാവരും നമുക്കാണെങ്കിൽ പോലും ഒരു ഡാൻസ് കളിച്ച് കഴിയുമ്പോഴത്തേനും ക്ഷീണിച്ചു, എനിക്ക് വയ്യ. പക്ഷെ ഇവരങ്ങനെയല്ല, കട്ട്
ടേക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കുക ചെയ്യുക, ഡ്രസ്സ് മാറുക, ഡ്രസ്സ് ഇത് ഡ്രയർ വെച്ച് മൊത്തം വേർപ്പ് ഇത് കാണിച്ചിട്ട് പിന്നെ അതേപടി ഒരു 5-6 ട്രയർ വേണ്ടി വരും. എല്ലാവർക്കും ഓരോ അതിന്റെ ഇടയ്ക്ക് വിഗ് ഇവിടുത്തെ ഇത് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ കുറേ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒറിജിനൽ അല്ല, ഇത് ബാക്ക് മാത്രം എക്സ്റ്റൻഷൻ ഇതാണ്, back പക്ഷെ ഫ്രണ്ട് നമ്മളെ ഹെയർ ട്രീറ്റ് ചെയ്തായിരുന്നു, എന്തോ ഒരു ട്രീറ്റ്മെന്റ് പണ്ട്. അത് പണ്ട് ആ കാലഘട്ടത്തിൽ ഇതേപോലെ സാറും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് അങ്ങനത്തെ ആൾക്കാർ ഈ സ്റ്റൈലിൽ അന്ന് നടക്കുമായിരുന്നു. അന്ന് അവർക്ക് ഹെയർ ചെയ്തിരുന്ന ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയെ തന്നെ സാർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി. ബാക്കിൽ പക്ഷെ നമുക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നു, പക്ഷെ എക്സ്റ്റൻഷൻ വെച്ചു അവിടെ. ആ സിനിമയില് ബാർബർ പുള്ളിയല്ലല്ലോ. അല്ലല്ല അത്രയും ബ്രില്യൻസ് ഇല്ലേ? അതായത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് OTT-യിൽ കണ്ടിട്ട് അയ്യോ തിയേറ്ററിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, ഇത്ര നല്ലൊരു സിനിമ തിയേറ്ററിൽ കുറച്ചുകൂടെ ഓടണം. ചോട്ടാ മുമ്പേയൊക്കെ ഇനി ഒന്നും റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ഈ വീക്കെൻഡ് മൂൺ വാക്ക് കാണാൻ പോകുക. കുറച്ചുകൂടെ ഓടട്ടെ സിനിമ. കുറച്ചുകൂടെ അല്ല നല്ലോണം ഓടട്ടെ. നല്ലോണം ഓടി ഇനി കുറച്ചുകൂടെ ഓടട്ടെ. മാക്സിമം തിയേറ്ററിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം അല്ലേ? അല്ലെങ്കിൽ പുതിയ ഷോസ് ആഡ് ആവട്ടെ. Hopefully. Yes, please go watch. Thank you. Thank you for having us. Thank you so much for having us. Thank you for your time. നമുക്ക് ഇത് തന്നെ ജോലിയാണ്.